ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖമെല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2010 റിലീസ് ചെയ്ത ഒരു ഫാന്റസി ഫിലിമാണ്. കുറെ കാലമായില്ലേ നമ്മൾ ഫാന്റസി സിനിമ കണ്ടിട്ട്, അതുകൊണ്ടാണ് ഇന്ന് ഈ സിനിമ ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ ഈ സിനിമ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്തതാണ്. ഇതൊരു ഗ്രീക്ക് മിത്തോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ കഥ തുടങ്ങുമ്പോൾ ന്യൂയോർക്ക് സിറ്റിയാണ് കാണിക്കുന്നത്. സമയം രാത്രിയാണ്. അവിടുത്തെ ഒരു പാലത്തിലായിട്ട് ഒരാൾ ചൂണ്ടയിടുന്നുണ്ട്. ഈ സമയത്താണ് കടലിൽ നിന്നും ഒരു ഭീമാകാരനായിട്ടുള്ള മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നത്. അയാളുടെ കയ്യിൽ അയാളുടെ ആയുധമുണ്ട്. ഇദ്ദേഹമാണ് സമുദ്രത്തിന്റെ ദേവൻ. ഇദ്ദേഹത്തിന്റെ പേര് പൊസൈഡൻ എന്നാണ്. പുള്ളി അതിലെങ്ങനെ നടന്നു പോകുന്ന കാണുമ്പോൾ ആ ചൂണ്ടയിടുന്ന മനുഷ്യനാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കരയിലേക്ക് കയറി ഉടനെ തന്നെ പൊസൈഡൻ ഇപ്പം അയാളുടെ ദേഹത്തെ വെള്ളമൊക്കെ കുടഞ്ഞു കളഞ്ഞു. അതോടുകൂടെ അയാൾ ഇപ്പോൾ ഒരു നോർമൽ മനുഷ്യനായി. അങ്ങനെ അയാൾ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു വലിയ ബിൽഡിങ്ങിന് മുകളിലേക്കാണ്. ഇത് അമേരിക്കയിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആണ്. ഈ സമയം അവിടെ വേറൊരാൾ നിൽക്കുന്നുണ്ട്. ഇതും ഒരു ദൈവമാണ്. ഇദ്ദേഹത്തിന്റെ പേരാണ് സിയൂസ്. ഈ സിയൂസ് എന്ന് പറയുന്നത് പൊസൈഡന്റെ ബ്രദറാണ്. ഒരുപാട് വർഷമായി ഇവര് തമ്മിൽ നേരിട്ട് കണ്ടിട്ട്. അങ്ങനെ പൊസൈഡനെ കാണുമ്പോൾ സിയൂസ് ഒരു കാര്യം പറയാണ്. നീ അങ്ങ് ആകാശത്തേക്ക് നോക്കിക്കേ, നല്ല ഇടി വെട്ടുന്നുണ്ട്, പക്ഷെ മിന്നൽ എടുക്കുന്നില്ല. അതിന്റെ അർത്ഥം ആ ലൈറ്റ്നിങ് ബോൾട്ട് ആരോ മോഷ്ടിച്ചിട്ടുണ്ട്. കുറച്ച് ദേഷ്യത്തിലാണ് സിയൂസ് ആ കാര്യം പറയുന്നത്. അതേക്കുന്ന പൊസൈഡൻ ചോദിക്കുന്നത്, അപ്പൊ ഞാനാണത് മോഷ്ടിച്ചതെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നമ്മൾക്കിടയിൽ ഈ മോഷണമൊന്നും പാടില്ല എന്ന് നമ്മളൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നീ എന്നെ സംശയിക്കുന്നത് എന്നാണ് പൊസൈഡൻ ചോദിക്കുന്നത്. അതേക്കുമ്പോ അതിന് നിന്നെ സംശയിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ദൈവങ്ങൾക്കിടയിലാണ്. പക്ഷെ നമ്മുടെ മക്കൾക്ക് ആ കാര്യം അറിയത്തില്ലല്ലോ. ആ ലൈറ്റ്നിങ് ബോൾട്ട് അടിച്ചു മാറ്റിയത് നിന്റെ മകനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് സിയൂസ് പറയുന്നത്. അതേക്കുന്ന പൊസൈഡന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. നീ എന്തറിഞ്ഞിട്ടാണ് ഈ കുറ്റം എന്റെ മകന്റെ ദേഹത്ത് ചാരുന്നത്? നിനക്കറിയാമല്ലോ, അവൻ ജനിച്ചതിന് ശേഷം ഞാൻ അവനെ കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി. മാത്രമല്ല അവന്റെ അച്ഛൻ ഞാനാണ് എന്ന കാര്യം അവൻ അറിയത്തില്ല. ഇതിന്റെ എല്ലാം കാരണം നീയാണ്. അതുകൊണ്ട് വെറുതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട എന്നാണ് പൊസൈഡൻ പറയുന്നത്. അതേക്കുമ്പോ നിന്റെ മകനാണ് ആ ലൈറ്റ്നിങ് ബോൾട്ട് മോഷ്ടിച്ചതെങ്കിൽ മര്യാദയ്ക്ക് അവന്റെ അടുത്ത് അത് തിരിച്ചു വെക്കാൻ പറഞ്ഞേക്ക്. 14 ദിവസത്തിനുള്ളിൽ അത് ഒളിമ്പസിലേക്ക് എത്തണം. അതും സമ്മർ സോൾസ്റ്റൈസിന്റെ അന്ന് രാത്രി. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത് എന്നാണ് സിയൂസ് പറയുന്നത്. ഈ സമ്മർ സോൾസ്റ്റൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷത്തിൽ 2 തവണ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഈ സമയത്ത് ഭൂമിയുടെ ഒരു ധ്രുവത്തിന്റെ ചരിവ് സൂര്യന് നേർക്കായിരിക്കും. പിന്നെ ഈ ഒളിമ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒളിമ്പസ് ആണ് സിയൂസിന്റെ ആസ്ഥാനം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം സിയൂസ് അയാളുടെ കൈ ഉയർത്തി. അതോടുകൂടെ ആ ബിൽഡിങ്ങിന്റെ ഒരു ഡോറ് തകർന്നു പോവാണ്. ആ ഡോറ് തകർന്നു പോയി കഴിയുമ്പോൾ അവിടെ ഒരു പോർട്ടൽ പോലെ ഒരു സാധനം ഓപ്പൺ ആവുന്നുണ്ട്. സിയൂസ് ഉടനെ തന്നെ ആ വാതിലും കടന്ന് അപ്പുറത്തേക്ക് പോയി. അതോടുകൂടെ ആ തകർന്നു പോയ ആ വാതില് ഇപ്പൊ പഴയ അവസ്ഥയിലേക്കായി. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്, പേഴ്സി ജാക്സൺ ആൻഡ് ദ ഒളിമ്പിയൻസ്, ദ ലൈറ്റ്നിങ് തീഫ്. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ ഹീറോ. ഇവന്റെ പേരാണ് പേഴ്സി ജാക്സൺ. നമ്മൾ നേരത്തെ കണ്ട പൊസൈഡൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മകനാണ് ഈ പേഴ്സി ജാക്സൺ. പക്ഷെ ആ കാര്യമൊന്നും ഈ പേഴ്സിക്ക് അറിയത്തില്ല. അവനിപ്പോ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടിയിലിരിക്കുകയാണ്. എത്ര നേരം അവന് ശ്വാസം പിടിച്ചിരിക്കാൻ പറ്റും എന്നാണ് അവനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ മുകളിലേക്ക് പൊങ്ങി വന്നു. ഈ സമയം അവന്റെ ഒരു ഫ്രണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇവന്റെ പേര് ഗ്രൂവർ എന്നാണ്. എത്ര നേരം ഞാൻ വെള്ളത്തിന്റെ അടിയിൽ ഇരുന്നു എന്നാണ് അവൻ മുകളിലേക്ക് പൊങ്ങി വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത്. അതേക്കുന്ന ഗ്രൂവർ പറയുന്നത് നീ 7 മിനിറ്റ് വെള്ളത്തിന്റെ അടിയിലായിരുന്നെന്നാണ്. ഈ ഗ്രൂവറിന് കാലിനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ക്രച്ചസ് ഉപയോഗിച്ചിട്ടാണ് അവൻ നടക്കുന്നത്. അങ്ങനെ ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ നേരെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഈ സമയം ഒരു പുതിയ ടീച്ചറാണ് ഇപ്പൊ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത്. അങ്ങനെ അവരിപ്പം അവിടെ ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതി. അതിനുശേഷം അതിന്റെ ഉത്തരം പറയാൻ പറയുന്നത് പേഴ്സിയുടെ അടുത്താണ്. എന്നാൽ ഈ പേഴ്സിക്ക് ഒരു കുഴപ്പമുണ്ട്, ഒരു അസുഖം, ഡിസ്ലെക്സിയ എന്നാണ് പറയുന്നത്. ഈ ഡിസ്ലെക്സിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രെയിനിന്റെ കുഴപ്പമാണ്. ചില കാര്യങ്ങളൊന്നും വിശകലനം ചെയ്യാൻ അവന്റെ ബ്രെയിനിന് സാധിക്കത്തില്ല. ഈ സമയം ടീച്ചർ അവനോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവൻ ബോർഡിലേക്ക് നോക്കി. എന്നാൽ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. എന്നാൽ അവനത് വായിക്കാൻ നോക്കിയിട്ട് അവനത് വായിക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ നോക്കുമ്പോൾ അത് വേറെ ഏതൊരു ഭാഷയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഉത്തരം അറിയത്തില്ല എന്നാണ് അവൻ ടീച്ചർ എടുത്ത് പറയുന്നത്. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പേഴ്സി വീട്ടിലേക്ക് എത്തി. ഇവന്റെ അമ്മയുടെ പേര് സാലി എന്നാണ്. അവനിപ്പോ അവന്റെ അമ്മയുടെ അടുത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ലെക്സിയ കാരണം എനിക്ക് വല്ലാത്ത പ്രശ്നമാണ്. ഈ സ്കൂളിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ സ്കൂളിൽ കൊണ്ടാക്കിയത് എന്നൊക്കെയാണ് അവനിങ്ങനെ ചോദിക്കുന്നത്. ഈ സമയത്താണ് അവന്റെ സ്റ്റെപ്പ് ഫാദർ അങ്ങോട്ട് വരുന്നത്. ഇയാൾ ഒരു വൃത്തിയുടെ മനുഷ്യനാണ്. അയാൾ വന്നതിന് ശേഷം അവിടുത്തെ ടേബിളിലേക്ക് ഇരുന്നു. എന്നിട്ട് അയാൾ അയാളുടെ ഭാര്യയുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നീ കാണുന്നില്ലേ, ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ട് വേണോ എന്റെ ബിയർ എടുത്തുകൊണ്ട് വരാൻ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ സാലി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബിയർ എടുത്ത് അയാൾക്ക് കൊടുക്കുകയാണ്. അയാളിങ്ങനെ അമ്മയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്ന കാണുമ്പോൾ പേഴ്സിക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ഇത് നിങ്ങളുടെ ഭാര്യയല്ലേ, ഇങ്ങനെയാണോ ഇവരുടെ അടുത്ത് പെരുമാറേണ്ടത് എന്നൊക്കെ പേഴ്സി അയാളുടെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. അത് കാണുന്ന അയാൾ എഴുന്നേറ്റിട്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. അതിനുശേഷം അയാൾ പറയുന്നത് ഇത് എന്റെ വീടാണ്, ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം എന്നാണ് അയാൾ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സമയം പേഴ്സി അവന്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മനുഷ്യനെ കല്യാണം കഴിക്കാൻ തോന്നിയത്? അയാൾ അടുത്തേക്ക് വരുമ്പോ തന്നെ എന്തൊരു നാറ്റമാണ്, എങ്ങനെയാണ് നിങ്ങൾ ഇയാളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പേഴ്സി ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇപ്പം മനസ്സിലാവത്തില്ല, വഴിയെ നിനക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും എന്നാണ് അവന്റെ അമ്മ പറയുന്നത്.
അങ്ങനെ പിറ്റേ ദിവസമായി പേഴ്സി ഇപ്പം ഒരു എക്സിബിഷൻ ഹാളിലേക്ക് പോവാണ്. അവന്റെ കൂടെ അവന്റെ ഫ്രണ്ടായ ഗ്രോവറും ഉണ്ട്. ഈ സമയത്താണ് അവന്റെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കുന്നത്. അത് പൊസൈഡന്റെ ശബ്ദമാണ്. ഇടയ്ക്കിടയ്ക്ക് ആ ശബ്ദം അവൻ കേൾക്കാറുണ്ട്. പക്ഷെ അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന കാര്യമൊന്നും അവൻ അറിയത്തില്ല. ഇപ്പൊ പൊസൈഡൻ അവന്റെ അടുത്ത് പറയുന്നത്, നീ എപ്പോഴും പ്രിപ്പയർ ആയിരിക്കണം, എല്ലാം ഇപ്പൊ മാറാൻ പോവാണ്, പക്ഷെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെയാണ് പൊസൈഡൻ ഇങ്ങനെ പറയുന്നത്. ആ ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ അവൻ തിരിഞ്ഞു നോക്കി. ഈ സമയം കുറച്ച് അപ്പുറത്തായിട്ട് പൊസൈഡൻ നിൽക്കുന്നുണ്ട്. അവൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതും അയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാവാണ്. അങ്ങനെ അവനും ഗ്രൂവറും കൂടെ ആ ഹാളിന്റെ അകത്തേക്ക് എത്തി. ഇപ്പൊ അവന്റെ ക്ലാസ് പഠിക്കുന്ന കുറെ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. ബ്രണ്ണർ എന്ന പേരുള്ള ഒരു സാറാണ് അവർക്കിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്കും കാലിന് ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അയാൾ വീൽ ചെയറിലാണ്. ഇപ്പൊ ബ്രണ്ണർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രീക്ക് ദൈവങ്ങളെ കുറിച്ചാണ്. ഗ്രീക്ക് ദൈവങ്ങളുടെ പ്രതിമകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് ബ്രണ്ണർ ഇപ്പൊ കാര്യങ്ങൾ പറയുന്നത്. കുട്ടികളെല്ലാം അത് തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. 12 ഒളിമ്പ്യൻ ദൈവങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 സഹോദരങ്ങളാണ്. അതിൽ ആദ്യത്തെ ദൈവത്തിന്റെ പേര് സിയൂസ് എന്നും, രണ്ടാമത്തെ ദൈവത്തിന്റെ പേര് പൊസൈഡൻ എന്നും, മൂന്നാമത്തെ ദൈവത്തിന്റെ പേര് ഹേഡീസ് എന്നുമാണ്. ഇവർക്ക് എല്ലാവർക്കും അവരുടെ ശക്തികൾ കിട്ടിയത് അവരുടെ അച്ഛനായ ക്രോണോസിന്റെ അടുത്ത് നിന്നാണ്. പക്ഷെ ഇവര് തന്നെയാണ് ഇവരുടെ അച്ഛനെ കൊന്നു കളഞ്ഞത്. ആ സംഭവത്തിന് ശേഷം ഈ 3 സഹോദരങ്ങളും ശത്രുക്കളായി. ഏത് സമയം പ്രശ്നം ഉണ്ടാക്കുക, അതുപോലെ യുദ്ധം ചെയ്യുക, ഇതൊക്കെയായിരുന്നു അവരുടെ പരിപാടി. ഇടയ്ക്കിടയ്ക്ക് അവർ ഭൂമിയിലേക്ക് വരാറുണ്ട്. മാത്രമല്ല ഭൂമിയിൽ ജീവിക്കുന്ന സ്ത്രീകളുമായിട്ട് അവർ ബന്ധം ഉണ്ടാക്കുകയും ചെയ്യും. അതിലവർക്ക് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ പറയുന്നത് ഡെമി ഗോഡ്സ് എന്നാണ്. അതായത് അവർ പകുതി മനുഷ്യരും പകുതി ദൈവവുമായിരിക്കും. അത്രയും പറഞ്ഞതിന് ശേഷം ബ്രണ്ണർ ഇപ്പൊ പേഴ്സിയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ഡെമി ഗോഡിന്റെ പേര് പറഞ്ഞേ എന്നാണ് ബ്രണ്ണർ പറയുന്നത്. ഈ സമയം അവൻ നോക്കുമ്പോൾ ബ്രണ്ണർ ഇരിക്കുന്നതിന്റെ പുറകിലായിട്ട് ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. അതൊരു ഡെമി ഗോഡാണ്. പക്ഷെ ആ പ്രതിമയുടെ പേര് എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. എന്നാൽ അവൻ നോക്കുമ്പോൾ ആ ഗ്രീക്ക് ഭാഷ മാറിയിട്ട് അത് ഇംഗ്ലീഷ് ആവുന്നുണ്ട്. ഇതിനു മുമ്പ് അവൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് നോക്കിയപ്പോൾ അത് ഗ്രീക്ക് ഭാഷയിലേക്കായിരുന്നു മാറിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ അവൻ ഗ്രീക്കിലേക്ക് നോക്കിയപ്പോൾ അത് ഇംഗ്ലീഷ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. അത് അവന്റെ ഡിസ്ലെക്സിയുടെ പ്രോബ്ലം ആണ് എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ ആ പേര് വായിക്കുമ്പോൾ അത് പേഴ്സിയസ് എന്നാണ്. ആ കാര്യം അവൻ ബ്രണ്ണറിന്റെ അടുത്ത് പറയുകയും ചെയ്തു. അത് കറക്റ്റ് ഉത്തരമായിരുന്നു. അങ്ങനെ അവരോട് ആ ചോദ്യം ചോദിച്ചതിന് ശേഷം അയാൾ അയാളുടെ ക്ലാസ് തുടരുകയാണ്. ഈ സമയം പേഴ്സി നിൽക്കുന്നതിന്റെ അടുത്തായിട്ട് അവന്റെ ആ പുതിയ ടീച്ചർ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ടീച്ചർ അവന്റെ അടുത്ത് പറയുന്നത്, എനിക്കൊരു അത്യാവശ്യ കാര്യം നിന്നോട് പറയാനുണ്ട്, നീ ഒന്ന് അകത്തേക്ക് വന്നതെന്നും പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് അവിടെയുള്ള റൂമിന്റെ അകത്തേക്ക് പോവാണ്. എന്നാൽ ആ റൂമിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞ് പേഴ്സി തിരിഞ്ഞു നോക്കുമ്പോൾ ടീച്ചറെ കാണുന്നില്ല. അവരിത് എവിടെ പോയി എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് അവൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ആ ടീച്ചർ ഇപ്പം അവിടെയുള്ള ഒരു വലിയ സ്റ്റാൻഡിന് മുകളിലാണ്. മാത്രമല്ല അവർ വല്ലാതെ അവന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. ആ ലൈറ്റ്നിങ് ബോൾട്ട് എവിടെ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ പേഴ്സിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. അവനിങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എന്നാൽ അവനതിന്റെ മറുപടി പറയാത്ത കാണുമ്പോൾ പെട്ടെന്ന് ആ ടീച്ചറിന്റെ രൂപം മാറുകയാണ്. അതിപ്പോ പറക്കുന്ന ഒരു ഭീകര ജീവിയായിട്ടുണ്ട്. ഈ രൂപത്തിനെ പറയുന്നത് ഫ്യൂറി എന്നാണ്. അങ്ങനെ ഉടനെ തന്നെ ആ ജീവി അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും ആ ജീവി പിന്നെ അവന്റെ അടുത്തേക്ക് വന്നു. നീ ആ ലൈറ്റ്നിങ് ബോൾട്ട് മോഷ്ടിച്ചിട്ടുണ്ട്, അത് നീ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ പണി ഞാൻ ഇവിടെ വെച്ച് തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജീവി അവനിങ്ങനെ പൊക്കിയെടുക്കുകയാണ്. ഈ സമയത്താണ് ശബ്ദം കേട്ടിട്ട് ബ്രണ്ണർ അങ്ങോട്ട് വരുന്നത്. അയാളുടെ കൂടെ ഗ്രൂവർ ഉണ്ടായിരുന്നു. ആ ജീവിയെ കാണുമ്പോൾ ബ്രണ്ണർ ഉച്ചത്തിൽ അതിനോട് സംസാരിക്കാൻ തുടങ്ങി. മര്യാദയ്ക്ക് അവനെ വിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ പീസാക്കി മാറ്റും എന്നാണ് ബ്രണ്ണർ അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. അത് കേട്ടതും ആ ജീവി പേഴ്സിയെ താഴേക്കിട്ടു. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവിടുത്തെ ചില്ലും പൊളിച്ചിട്ട് അവിടെ നിന്ന് പറന്നു പോവാണ്. ഇതൊക്കെ കണ്ട് പേഴ്സിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്, ഏതാണ് ആ ജീവി എന്നൊക്കെയാണ് പേഴ്സി ഇങ്ങനെ ബ്രണ്ണറിന്റെ അടുത്ത് ചോദിക്കുന്നത്. എന്നാൽ ബ്രണ്ണർ ഇപ്പം അവന്റെ അടുത്ത് അതിന് മറുപടി പറയുന്നില്ല. അയാളിപ്പോ ഗ്രൂവറിന്റെ അടുത്താണ് സംസാരിക്കുന്നത്. ആ ഫ്യൂറി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരിവനെ കണ്ടുപിടിച്ചു എന്നാണ്. ആ ലൈറ്റ്നിങ് ബോൾട്ട് മോഷ്ടിച്ചിരിക്കുന്നത് ഇവനാണ് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ സേഫ് അല്ല. നമുക്ക് ഉടനെ തന്നെ ഇവനെ ക്യാമ്പിലേക്ക് മാറ്റണം. ഗ്രൂവർ, നീ ഒരു കാര്യം ചെയ്യും, ഇവനെയും വിളിച്ചുകൊണ്ട് വേഗം ഇവന്റെ അമ്മയുടെ അടുത്തേക്ക് പോകും, എന്നിട്ട് നിങ്ങൾ ക്യാമ്പിലേക്ക് പോകാൻ നോക്ക് എന്നാണ് ബ്രണ്ണർ ഗ്രൂവറിന്റെ അടുത്ത് പറയുന്നത്. അത്രേ അവന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം ബ്രണ്ണർ ഒരു പെണ്ണ് എടുത്തിട്ട് പേഴ്സിക്ക് കൊടുക്കുകയാണ്. ഇത് നീ വിചാരിക്കുന്ന പോലെ സാധാരണ ഒരു പെണ്ണല്ല, ഇതൊരു ആയുധമാണ്, നിനക്കൊരു പ്രശ്നം വരുമ്പോൾ ഇത് ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബ്രണ്ണർ അത് അവന് കൊടുക്കുന്നത്. അങ്ങനെ ഗ്രൂവർ പേഴ്സിയും കൂട്ടി അവിടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ അവരവിടെ നിന്ന് നടക്കുമ്പോൾ പേഴ്സി ഗ്രൂവറിന്റെ അടുത്ത് ചോദിക്കുന്നത്, എന്തിനാണ് എന്നെ നിന്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്, നിനക്ക് കാലിന് വയ്യല്ലോ, പിന്നെ എങ്ങനെ നീ എന്നെ സംരക്ഷിക്കാനാണ് എന്നാണ് പേഴ്സി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, നോക്കൂ പേഴ്സി, നീ വിചാരിക്കുന്ന പോലെ ഞാനൊരു സാധാരണ മനുഷ്യനല്ല, എന്നെപ്പോലുള്ള ആളുകളെ പറയുന്നത് പ്രൊട്ടക്ടർ എന്നാണ്. ഇപ്പൊ നിന്റെ പ്രൊട്ടക്ടർ ഞാനാണ് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഗ്രോവർ ഇപ്പൊ പേഴ്സിയും കൊണ്ട് പോകുന്നത് അവന്റെ വീട്ടിലേക്കാണ്. എന്നാൽ ഇപ്പൊ അവരങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവന്റെ അച്ഛന്റെ വക അവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരങ്ങോട്ട് കയറി വന്നാണ് അയാൾ ബേളം വെക്കാൻ തുടങ്ങി. ഈ സമയം ഗ്രോവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലുള്ള ആ ക്രച്ചസ് വെച്ചിട്ട് അയാൾക്കൊരു ഇടി കൊടുക്കുകയാണ്. അതോടുകൂടെ അയാൾ താഴേക്ക് വീണു. അങ്ങനെ അയാൾ ഇടിച്ചിട്ടതിന് ശേഷം ഗ്രൂവർ ഇപ്പൊ സാലിയുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പേഴ്സി ഇപ്പൊ വലിയൊരു അപകടത്തിലാണ്, നമുക്ക് ഉടനെ തന്നെ ഇവനെ ക്യാമ്പിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ട് അവൻ അവരെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. സാലിയുടെ കാറിലാണ് അവരിപ്പോ യാത്ര ചെയ്യുന്നത്. ഈ സമയം പേഴ്സി ആണെങ്കിൽ അവന്റെ ഡൗട്ടുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താണ് ഈ ലൈറ്റ്നിങ് ബോൾട്ട്, ഞാനത് മോഷ്ടിച്ചെന്നാണല്ലോ പറയുന്നത്, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല, പിന്നെ നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്, എന്താണ് ഈ ക്യാമ്പ് എന്നിങ്ങനെയുള്ള അവന്റെ ഡൗട്ടുകളാണ് അവനിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതേക്കുന്ന സാലി പറയുന്നത്, എനിക്കറിയാം മോനെ, നീ ഒന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന്, അവര് നിന്നെ തെറ്റിദ്ധരിച്ചതാണ്,
പിന്നെ നമ്മൾ ഈ പോകുന്ന ക്യാമ്പ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേകതയുള്ള സ്ഥലമാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് സാലി പറയുന്നത്. അതേക്കുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരോ? അതെന്താണ് ഉദ്ദേശിച്ചത്? ഇനി വല്ല അസുഖമുള്ള ആൾക്കാരാണോ അവിടെ ജീവിക്കുന്നത് എന്നാണ് അവന്റെ അടുത്ത സംശയം. അതേക്കുമ്പോ അല്ല മോനെ, ഈ സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ അച്ഛനെ പോലെയാണ്. നീ വിചാരിക്കുന്ന പോലെ നിന്റെ അച്ഛനൊരു സാധാരണ മനുഷ്യനല്ല, വളരെ പ്രത്യേകതയുള്ള ഒരാളാണ് അദ്ദേഹം. ഞങ്ങൾ വളരെ സ്നേഹത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം എന്നെ കാണാനും വരാറുണ്ടായിരുന്നു. എന്നാൽ നീ ജനിച്ചതിന് ശേഷം അദ്ദേഹം പിന്നെ എന്നെ കാണാൻ വന്നിട്ടില്ല. അത് അദ്ദേഹത്തിന് നിന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അദ്ദേഹം നിന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ പുള്ളിയെ സംബന്ധിച്ച് പുള്ളി ചില നിയമങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി നിന്നെ കാണാൻ വരാത്തത് എന്നൊക്കെയാണ് സാലി ഇപ്പൊ അവന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പറ, ആരാണ് എന്റെ അച്ഛൻ? അതാണ് അവന്റെ അടുത്ത ചോദ്യം. എന്നാൽ അവരതിന് ഉത്തരം പറയാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു പശു വന്നിട്ട് അവരുടെ കാറിലേക്ക് വീഴുന്നത്. അതോടുകൂടെ കാർ അവിടുന്ന് മറിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ കാറ് മറിഞ്ഞതിന് ശേഷം അവരവിടെ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോഴാണ് അവരാ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. കുറെ പശുക്കൾ ഇപ്പം ആ കാറിന് നേരെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും ഗ്രോവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പാന്റ് ഊരാണ്. ഈ സമയത്താണ് പേഴ്സി ആ അത്ഭുതപ്പെടുന്ന കാഴ്ച കാണുന്നത്. ഗ്രോവറിന്റെ അരയ്ക്ക് താഴോട്ട് ആടിന്റെ കാലാണ്. അതായത് ഈ ഗ്രോവർ എന്ന് പറയുന്നത് പകുതി മനുഷ്യനും പകുതി ആടുമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ പറയുന്നത് സറ്റയർ എന്നാണ്. അങ്ങനെ അവരെല്ലാവരും ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം അവരവിടെ നിന്ന് ഓടുകയാണ്. ഈ സമയത്താണ് വലിയ കൊമ്പൊക്കെ ഉള്ള ഒരു ജീവി അങ്ങോട്ട് വരുന്നത്. ഇതിനെ പറയുന്നത് മിനറ്റോർ എന്നാണ്. അത് വന്ന ഉടനെ തന്നെ ആ കാർ അവിടുന്ന് പൊക്കിയെടുത്തു. അതിനുശേഷം ആ കാർ എടുത്തിട്ട് അവർക്ക് നേർക്കെറിയാണ്. ആ കാർ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ അവരാണെങ്കിൽ അവിടുന്ന് മാറിക്കളഞ്ഞു. അങ്ങനെ കാറ് താഴേക്ക് വീണ് കഴിയുമ്പോൾ അവർ പിന്നെ ഓടുകയാണ്. അങ്ങനെ കുറെ ഓടി അവർ കാടിനുള്ളിലുള്ള ഒരു കവാടത്തിന് മുന്നിലെത്തി. ഇതിന്റെ അപ്പുറത്താണ് ആ ക്യാമ്പ് ഉള്ളത്. ഈ ക്യാമ്പിനെ പറയുന്നത് ഹാഫ് ബ്ലഡ് ക്യാമ്പ് എന്നാണ്. അങ്ങനെ പേഴ്സിയും ഗ്രൂവറും ആ കവാടത്തിന്റെ അകത്തേക്ക് കയറി. എന്നാൽ മനുഷ്യർക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവന്റെ അമ്മയ്ക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് ആ മിനറ്റോർ വന്നിട്ട് അവന്റെ അമ്മയെ പിടിക്കുന്നത്. അത് കണ്ടതും പേഴ്സി വേഗം തന്നെ ആ കവാടത്തിന്റെ ഇപ്പുറത്തേക്ക് വന്നു. പക്ഷെ ആ ഭീകര ജീവിയെ അവൻ എന്ത് ചെയ്യാനാണ്? അതിനിടയിലാണ് ഗ്രൂവർ അവന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. ബ്രണ്ണർ നിനക്കൊരു പെണ്ണ് തന്നില്ലേ, അതൊരു ആയുധമാണ്, വേഗം അതെടുത്ത് പ്രയോഗിക്കാനാണ് ഗ്രൂവർ ഇപ്പൊ അവന്റെ അടുത്ത് പറയുന്നത്. അത് കേട്ടതും അവൻ ആ പെണ്ണെടുത്തു. അവൻ ആ പെണ്ണെടുത്ത് അതിലൊരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു വാളായിട്ട് മാറുകയാണ്. അങ്ങനെ അവൻ ആ വാളുമായിട്ട് ആ മിനറ്റോറിന്റെ അടുത്തേക്ക് ചെന്നു. ഈ സമയത്താണ് മിനറ്റോർ അവന്റെ അമ്മയൊന്ന് പ്രസ് ചെയ്യുന്നത്. അതോടുകൂടെ അവരവിടെ നിന്ന് അപ്രത്യക്ഷമായി. അങ്ങനെ മിനറ്റോറും പേഴ്സിയും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ പേഴ്സിക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒറ്റയിടിക്ക് തന്നെ ആ ജീവി അവനെ തെറിപ്പിച്ച് കളയാണ്. അങ്ങനെ അവനെ തെറിപ്പിച്ചതിന് ശേഷം അത് അവനെ കുത്താൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ഓടുകയാണ്. എന്നാൽ അത് അവനെ കുത്തുമ്പോഴേക്കും അവൻ അവിടെ നിന്ന് മാറിക്കളഞ്ഞു. അതോടുകൂടെ ആ ജീവിയുടെ കൊമ്പ് അവിടെയുള്ള ഒരു മരത്തിലേക്ക് തുളഞ്ഞു കയറുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ആ ജീവി അതിന്റെ കൊമ്പ് വലിച്ചെടുത്തു. എന്നാൽ അതിന്റെ ഒരു കഷ്ണം ആ മരത്തിന്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട്. ആ വലിച്ചെടുത്ത ശക്തിയിൽ ആ ജീവിയാണെങ്കിൽ പുറകിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. അങ്ങനെ പിന്നെയും ആ മിനറ്റോർ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഈ സമയം പേഴ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരത്തിൽ തറഞ്ഞിരിക്കുന്ന ആ ജീവിയുടെ കൊമ്പുണ്ടല്ലോ, അവൻ അതങ്ങോട്ട് പറിച്ചെടുത്തു. ഈ സമയമാകുമ്പോഴേക്കും ആ ജീവി വീണ്ടും അവന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ അത് അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൻ ആ കൊമ്പെടുത്ത് ആ ജീവിയുടെ നെഞ്ചിലൊരു കുത്തു കൊടുക്കുകയാണ്. അതോടുകൂടെ ആ മിനറ്റോർ ചത്തു വീഴുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും പേഴ്സിയുടെയും ബോധം പോയി. പിന്നീട് പേഴ്സിക്ക് ബോധം വരുമ്പോൾ അവൻ ആ ക്യാമ്പിനകത്താണ്. ഇപ്പൊ 3 ദിവസമായിട്ട് അവൻ ബോധമില്ലാതെ കിടക്കായിരുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് ഉടനെ തന്നെ ഗ്രൂവർ അവനെയും കൊണ്ട് ആ ഏരിയ മൊത്തം നടന്നു കാണാൻ തുടങ്ങി. അവിടെ ഒരുപാട് കുട്ടികൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും ഡെമി ഗോഡ്സ് ആണ്, അതായത് ഓരോ ദൈവത്തിന്റെ മക്കള്. പിന്നെ അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി കുറെ പ്രൊട്ടക്ടേഴ്സും അവിടെ ഉണ്ട്. അതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ പേഴ്സി അവനോട് ചോദിക്കുന്നത്, അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഞാനും ഒരു ഡെമി ഗോഡ് ആണെന്നാണോ? എങ്കിൽ നിനക്ക് തെറ്റി. ഞാനൊരു ലൂസറാണ്. എന്റെ അമ്മയെ പോലും എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. മാത്രമല്ല എനിക്ക് ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഈ ദൈവങ്ങൾക്ക് എങ്ങനെയാണ് അസുഖം വരുന്നത് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അതേക്കുന്ന ഗ്രൂവർ പറയുന്നത്, എടാ അത് നിന്റെ അസുഖമല്ല, അത് നിന്റെ ഒരു കഴിവാണ്. നീ എന്തെങ്കിലുമൊക്കെ എഴുതിയത് നോക്കുമ്പോൾ അത് മറ്റൊരു ഭാഷയിലേക്ക് ആവാറില്ലേ, അത് ഗ്രീക്ക് ഭാഷയാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു ഗ്രീക്ക് ദേവന്റെ മകനാണ്. നിന്റെ ബ്രെയിൻ സെറ്റ് ആയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. നീ യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിന്റെ മകനാണ് എന്നൊക്കെയാണ് ഗ്രൂവർ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിനിടയിൽ അവർ നടന്നൊരു ഗ്രൗണ്ടിലേക്ക് എത്തി. ഇപ്പൊ അവിടെ കുറെ ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പേഴ്സി നോക്കുമ്പോൾ അവന്റെ കണ്ണിൽ ആദ്യം മുടക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി. ഇതാരാണ് എന്നാണ് പേഴ്സി ചോദിക്കുന്നത്. അതേക്കുന്ന ഗ്രൂവർ പറയുന്നത് അവളുടെ പേര് അന്നാബത്ത് എന്നാണ്. നീ ഈ ബുദ്ധിശക്തിയുടെ ദൈവത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? അഥീന, അവളുടെ മകളാണിവൾ എന്നാണ് ഗ്രൂവർ പറയുന്നത്. അവനത് പറയുമ്പോഴും പേഴ്സി ആണെങ്കിൽ അവളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം അവളെ അവനങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സമയം അവൻ നോക്കുമ്പോൾ അന്നയെ അവനും നോക്കുന്നുണ്ട്. എന്നാൽ അവള് നോക്കുന്നത് വല്ലാത്ത ദേഷ്യത്തിലാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്നയുടെ അമ്മയുണ്ടല്ലോ അഥീന, ഈ അഥീനയും പേഴ്സിയുടെ അച്ഛനായ പൊസൈഡനും തമ്മിൽ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ ആ ശത്രുതയാണ് അന്നയ്ക്കിപ്പോ പേഴ്സിയുടെ അടുത്തും തോന്നുന്നത്. അങ്ങനെ അടുത്തതായിട്ട് അവർ പോകുന്നത് ഒരു കായലിന്റെ തീരത്തേക്കാണ്. ഈ സമയം അവർ നോക്കുമ്പോൾ കുറെ കുതിരകൾ അതിൽ ഓടുന്നുണ്ട്. എന്നാൽ അവറ്റകൾ വെറും കുതിരകളല്ല, പകുതി മനുഷ്യനും പകുതി കുതിരയുമാണ്. ആ കൂട്ടത്തില് നമ്മൾ നേരത്തെ കണ്ട ബ്രണ്ണറും ഉണ്ടായിരുന്നു. ഇയാളാണ് ഈ ക്യാമ്പ് നോക്കി നടത്തുന്നത്. പുള്ളിയുടെ യഥാർത്ഥ പേര് കൈറോൺ എന്നാണ്.
അങ്ങനെ കൈറോൺ അവരുടെ അടുത്തേക്ക് എത്തി. അയാളുടെ ആ രൂപം കണ്ട് പേഴ്സി ആണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയം കൈറോൺ അവന്റെ അടുത്ത് പറയുന്നത്, എന്റെ ഈ ഐഡന്റിറ്റി നിന്നിൽ നിന്ന് മറച്ചു വെച്ചതിന് നീ എന്നോട് ക്ഷമിക്കണം. എന്റെ ഡ്യൂട്ടി നിന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും ഞാൻ നിന്നോട് പറയാതിരുന്നത് എന്നാണ് അയാൾ ഇപ്പൊ പേഴ്സിയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ കൈറോൺ ഇപ്പൊ പേഴ്സിയെ കൊണ്ട് ഒരു റൂമിന്റെ അകത്തേക്കാണ് പോയിരിക്കുന്നത്. അവന്റെ അച്ഛനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയം പേഴ്സി അയാളുടെ അടുത്ത് ചോദിക്കുന്നത്, എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ്. അത് കേൾക്കുമ്പോൾ കൈറോൺ ഇപ്പം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. പേഴ്സി, നീ വിചാരിക്കുന്ന പോലെ സാധാരണ ഒരു മനുഷ്യനല്ല നീ. ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ നീ ഒരു ഡെമിഗോഡാണ് എന്ന കാര്യം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. നീ ഭയങ്കര പവർഫുൾ ആണ്. മറ്റു ചില ദൈവങ്ങൾക്ക് നീ ഒരു ഭീഷണിയും. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നോ ബ്രദേഴ്സായ 3 ദൈവങ്ങളെക്കുറിച്ച്? അതിൽ സിയൂസിനും ഹേഡീസിനും നീ ഒരു ഭീഷണിയാണ്. ഇതുകൊണ്ടാണ് നിന്റെ അമ്മ ഇപ്പൊ മറ്റൊരാളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ അയാൾക്കൊരു വൃത്തികെട്ട മണമാണെന്ന്. ആ മണം ഉള്ളത് കൊണ്ടാണ് നിന്റെ അമ്മ അയാളെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ആ വൃത്തികെട്ട മണം ഉള്ളത് കൊണ്ട് നിന്റെ ബ്ലഡിന്റെ സ്മെല്ല് ബാക്കി ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ സിയൂസും ഹേഡീസും അയച്ച ഒരു സാധനങ്ങൾക്കും നിന്നെ ഇതുവരെ പിടിക്കാൻ പറ്റാതിരുന്നത്. അയാളതൊക്കെ പറയുമ്പം അവന് ശരിക്കും സങ്കടം വരാൻ തുടങ്ങി. അപ്പൊ എന്റെ അമ്മ എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗമാണല്ലോ സഹിച്ചത്, എന്നിട്ടും എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ സങ്കടത്തോടെ അവിടെ നടക്കുകയാണ്. അങ്ങനെ അവൻ നേരെ അവിടെയുള്ള ഒരു കായലിന്റെ തീരത്തേക്ക് ചെന്നു. ഈ സമയം കൈറോൺ അവന്റെ പുറകെ ചെന്നു. അതിനുശേഷം അയാൾ ചില കാര്യങ്ങൾ കൂടെ അവന്റെ അടുത്ത് പറയാണ്. നീ പറഞ്ഞു കാണുമല്ലോ ആ ലൈറ്റ്നിങ് ബോൾട്ട് മോഷണം പോയത്, അതെടുത്തത് നീയാണെന്നാണ് ആ സിയൂസ് വിശ്വസിച്ചിരിക്കുന്നത്. ആ ലൈറ്റ്നിങ് ബോൾട്ട് ആണ് ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയ വെപ്പൺ. എനിക്കറിയാം അത് മോഷ്ടിച്ചത് നീയല്ല എന്ന്, പക്ഷെ അത് മറ്റാരോ മോഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 10 ദിവസത്തിനുള്ളിൽ അത് തിരിച്ചു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദൈവങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത്. അത് സംഭവിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ പല ദുരന്തങ്ങളും നടക്കും. മാത്രമല്ല അത് ഈ ഭൂമിയുടെ നാശവുമായിരിക്കും. പിന്നെ നിന്നെ സംബന്ധിച്ച് ഈ സ്ഥലത്ത് നിൽക്കുന്നത് നിനക്ക് സേഫാണ്. പക്ഷെ നീ ഇവിടുത്തെ കവാടത്തിന്റെ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നിനക്ക് അപകടമാണ്. നീ നേരത്തെ കണ്ടതല്ലേ ആ ഫ്യൂറിയും മിനറ്റോറൊക്കെ നിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നത്? അതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ഇനിയും നീ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവരെക്കാളും ഭീകരന്മാരായ പല സാധനങ്ങളെയും നീ നേരിടേണ്ടി വരും. നിന്നെക്കൊണ്ട് അതിന് പറ്റും, പക്ഷെ ഈ അവസ്ഥയിൽ പറ്റത്തില്ല. അതിന് നീ കുറച്ച് ട്രെയിൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. അത്രയും അവന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം അയാൾ അവനെയും കൂട്ടി ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ കൈറോൺ ഇപ്പം അവിടെയുള്ള പിള്ളേരെ എല്ലാം അങ്ങോട്ട് വിളിച്ചു. ഇവരവിടെ ട്രെയിൻ ചെയ്യുന്നത് 2 ഗ്രൂപ്പായിട്ടാണ്. ഈ ചുവന്ന ഹെൽമെറ്റ് വെച്ചവരെ ടീം റെഡ് എന്നും നീല ഹെൽമെറ്റ് വെച്ചവരെ ടീം ബ്ലൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇവനെ ചേർക്കണം എന്നാണ് കൈറോൺ ഇപ്പൊ പറയുന്നത്. ഈ സമയത്താണ് മറ്റൊരുത്തൻ അങ്ങോട്ട് വരുന്നത്. ഇവന്റെ പേര് ലൂക്ക് എന്നാണ്. ഹെർമീസ് എന്ന് പറയുന്ന ദൈവത്തിന്റെ മകനാണ് ഇവൻ. ലൂക്ക് ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട് പറയുന്നത് ഇവൻ ഞങ്ങളുടെ കൂടെ ടീം ബ്ലൂവിൽ ചേരട്ടെ എന്നാണ്. കൈറോൺ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ടീം ബ്ലൂവിൽ ചേർത്തതിന് ശേഷം അവരിപ്പോ ഒരു മത്സരം വെക്കുകയാണ്. അതായത് ഫൈറ്റിംഗ്. അങ്ങ് ദൂരെയായിട്ട് ഒരു കൊടി സ്ഥാപിച്ചിട്ടുണ്ട്. ഏത് ടീമിലുള്ള ആളാണോ ആദ്യം ചെന്നിട്ട് ആ കൊടി എടുക്കുന്നത് അവരാണ് അതിൽ വിജയിക്കുന്നത്. അങ്ങനെ കൈറോൺ നിബന്ധനകളൊക്കെ പറഞ്ഞതിന് ശേഷം അവർ ആ ഫൈറ്റ് ആരംഭിച്ചു. കുറെ നേരം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഫൈറ്റിനൊടുവിൽ അവസാനം പേഴ്സി ഇപ്പൊ കൊടിയുടെ അടുത്തേക്ക് എത്തി. എന്നാൽ അവൻ ആ കൊടി എടുക്കാൻ തുടങ്ങുമ്പോഴാണ് അന്ന അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവളും അവനും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവളുടെ മുന്നിൽ അവന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതിനിടയിൽ അവന്റെ ശരീരത്തിൽ ഒരുപാട് മുറിവും പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവസാനം അവൻ അവളുടെ മുന്നിൽ വീഴാണ്. എന്നാൽ ഈ സമയത്താണ് അവന്റെ ചെവിയിൽ പൊസൈഡന്റെ ശബ്ദം കേൾക്കുന്നത്. അവന്റെ മുന്നിലായിട്ട് വെള്ളം കിടക്കുന്നുണ്ട്. പൊസൈഡൻ ഇപ്പൊ അവന്റെ അടുത്ത് പറയുന്നത് ഈ വെള്ളം നിനക്ക് ശക്തി തരുന്നതാണ്. അത് കേട്ടതും അവൻ ആ വെള്ളത്തിലേക്ക് കൈവച്ചു. അതോടുകൂടെ ആ വെള്ളം അവന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങി. ആ വെള്ളം ശരീരത്തിലേക്ക് കയറുന്നതിനനുസരിച്ച് അവന്റെ ശരീരത്തെ പറ്റിയ മുറിവുകളൊക്കെ ഉണങ്ങുന്നുണ്ട്. അങ്ങനെ അവൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് വീണ്ടും എഴുന്നേറ്റു. അതിനുശേഷം അവൻ പെട്ടെന്ന് തന്നെ ചെന്നിട്ട് അന്നയുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. എന്നാൽ ഇത്തവണത്തെ ഫൈറ്റിൽ അന്നയ്ക്ക് അവന്റെ മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അവൻ അവളെ കീഴ്പ്പെടുത്താണ്. അതിനുശേഷം അവൻ വേഗം ചെന്നിട്ട് ആ കൊടിയെടുത്തു. അതൊക്കെ കണ്ട് അവന്റെ ടീമിലുള്ള ആൾക്കാരൊക്കെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് സമയം രാത്രിയായി. അവിടെ ഇപ്പൊ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും പേഴ്സിയും അന്നയും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അങ്ങനെ ആ പാർട്ടിക്കിടയിലാണ് പെട്ടെന്ന് അവിടെ കത്തിച്ചു വെച്ച തീക്കുണ്ടത്തിൽ നിന്നും ഒരു വലിയ ജീവി പുറത്തേക്ക് വരുന്നത്. ഇതാണ് 3ാമത്തെ ദൈവമായ ഹേഡീസ്. വന്ന ഉടനെ തന്നെ അത് അവിടേക്ക് ഫയർ ചെയ്യാൻ തുടങ്ങി. അത് കണ്ടതും പിള്ളേരെല്ലാം അവിടെ നിന്ന് പേടിച്ചോടാണ്. ഈ സമയം കൈറോൺ അങ്ങോട്ട് വരുമ്പോഴാണ് ഹേഡീസ് ഫയർ ചെയ്യുന്നത് നിർത്തുന്നത്. അങ്ങനെ ആ ഫയറിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഹേഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് പേഴ്സി ജാക്സൺ? അവനാണ് ആ ലൈറ്റ്നിങ് ബോൾട്ട് എടുത്തത് എന്ന കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ആരാണെങ്കിൽ ആ ലൈറ്റ്നിങ് ബോൾട്ടുമായി എന്റെ മുന്നിലേക്ക് വാ. അങ്ങനെയാണെങ്കിൽ അവന്റെ അമ്മയെ ഞാൻ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും എന്നാണ് ഹേഡീസ് പറയുന്നത്. അത് കേൾക്കുന്ന പേഴ്സി ആണെങ്കിൽ വേഗം അവന്റെ മുന്നിലേക്ക് ചെന്നു. എന്റെ അമ്മയെ തിരിച്ചു തരാമെന്നോ? എന്റെ അമ്മ മരിക്കുന്നത് ഞാൻ കണ്ടാണല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എനിക്ക് തിരിച്ചു തരാൻ പോകുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കുന്ന ഹേഡീസ് പറയുന്നത്, നിന്റെ അമ്മ മരിച്ചിട്ടില്ല, നിന്റെ അമ്മയെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാനത് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അയാൾ കൈപോക്കി. അതോടുകൂടെ അവന്റെ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അമ്മ ജീവനോടുണ്ട് എന്ന കാര്യം പേഴ്സിക്ക് മനസ്സിലായി. അങ്ങനെ അവന്റെ അമ്മയെ അവിടെ നിന്ന് മായ്ച്ചു കളഞ്ഞതിന് ശേഷം ഹേഡീസ് വീണ്ടും കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇപ്പൊ മനസ്സിലായല്ലോ നിന്റെ അമ്മ ജീവനോടുണ്ടെന്ന്. അതുകൊണ്ട് ഉടനെ തന്നെ ആ ലൈറ്റ്നിങ് ബോൾട്ടുമായിട്ട് എന്റെ അടുത്തേക്ക് വാ. അങ്ങനെ വരുമ്പോൾ നിന്റെ അമ്മയെ ഞാൻ തിരിച്ചു തരാം, അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് ഹേഡീസ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അങ്ങനെ ഹേഡീസ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പേഴ്സി നേരെ പോകുന്നത് കൈറോണിന്റെ അടുത്തേക്കാണ്.
എനിക്ക് ഉടനെ തന്നെ ഹേഡീസിന്റെ അടുത്തേക്ക് പോകണം, എന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പുള്ളിയെ പറഞ്ഞു മനസ്സിലായിക്കോളാം. അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്റെ അമ്മയെ രക്ഷിക്കാനും പറ്റും എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ കൈറോൺ അതിന് സമ്മതിക്കുന്നില്ല. പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല പേഴ്സി, നിനക്കതിന് സാധിക്കത്തില്ല. നിന്റെ കയ്യിൽ ആ ലൈറ്റ്നിംഗ് ബോൾട്ട് ഇല്ല എന്ന കാര്യം ഹേഡീസിന് മനസ്സിലായി കഴിഞ്ഞാൽ നിന്നെയും നിന്റെ അമ്മയും പുള്ളി കൊന്നു കളയും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഒളിമ്പസിൽ ചെന്നിട്ട് സിയൂസിനെ കാണാം. എന്നിട്ട് നീ എല്ലാ ലൈറ്റ്നിംഗ് ബോൾട്ട് മോഷ്ടിച്ചത് എന്ന കാര്യം സിയൂസിന്റെ അടുത്ത് പറയാം. പുള്ളി അത് പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയെ രക്ഷിക്കുന്ന കാര്യം പുള്ളി നോക്കിക്കോളും എന്നാണ് കൈറോൺ പറയുന്നത്. മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് പേഴ്സി ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പേഴ്സി റൂമിലേക്ക് എത്തി. എന്നാൽ അവൻ എന്തോ ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. അവന്റെ അമ്മ ഇപ്പൊ ജീവനോടുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായല്ലോ. അതുകൊണ്ട് അമ്മയെ പെട്ടെന്ന് തന്നെ രക്ഷിക്കണം എന്നാണ് അവന്റെ മനസ്സിലിപ്പോ. അതിനുവേണ്ടി ഉടനെ തന്നെ ഹേഡീസിനെ കാണാൻ പോവാം എന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ആരും കാണാതെ അവൻ വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഏത് സമയവും ഗ്രീവർ അവനെ നോക്കി നടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ വെളിയിലേക്ക് ഇറങ്ങുന്ന കാണുമ്പോൾ, നീ എവിടെ പോയാലും ഞാനും നിന്റെ കൂടെ വരുന്നു പറഞ്ഞിട്ട് ഗ്രോവർ അവന്റെ കൂടെ കൂടി. അങ്ങനെ അവര് രണ്ടുപേരും അതിൽ നടന്നു പോകുന്നത് നമ്മുടെ അന്നയും കാണുന്നുണ്ട്. ഈ സമയം ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അവളും അവരുടെ കൂടെ കൂടി. അവളങ്ങനെ പറയാനുള്ള ഒന്നാമത്തെ കാരണം, അവൾ ഈ ക്യാമ്പിൽ നിന്ന് അധികം അങ്ങനെ വെളിയിലേക്ക് പോയിട്ടില്ല. അപ്പൊ പുറത്തെ ലോകം അവൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, അവൾക്ക് ഈ ഫൈറ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എന്തായാലും ഹേഡീസിന്റെ അടുത്തേക്ക് എത്താൻ പല പ്രതിസന്ധികളും കിടക്കേണ്ടി വരും. അതിനൊരു സഹായം കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവളും ഇപ്പൊ അവരുടെ കൂടെ കൂടിയിരിക്കുന്നത്. പേഴ്സി ആണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ കൂട്ടാന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയത്താണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്. ഹേഡീസിനെ കാണണമെങ്കിൽ അവർക്കിപ്പോ നരകത്തിലേക്കാണ് പോകേണ്ടത്. പക്ഷെ എങ്ങനെ നരകത്തിലേക്ക് പോകും? അവിടേക്കുള്ള വഴി ഇവർക്ക് അറിയത്തില്ല. അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അന്നൊരു കാര്യം പറയുന്നത്. നമ്മുടെ ഈ ക്യാമ്പിൽ തന്നെ ഉള്ള ഒരാൾക്ക് നരകത്തിലേക്ക് പോകാനുള്ള വഴി അറിയാം, നമുക്ക് അവനോട് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അന്ന അവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ലൂക്കിന്റെ അടുത്തേക്കാണ്. ഇവൻ ആ വഴി എങ്ങനെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്റെ അച്ഛനുണ്ടല്ലോ ഹെർമിസ്, ഇപ്പൊ നരകത്തിലേക്ക് ആരെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അത് ഹെർമിസ് വഴിയേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവർ ലൂക്കിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത്. അങ്ങനെ അവർ ലൂക്കിന്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത്, ഞങ്ങളിപ്പോ ഹേഡീസിനെ അന്വേഷിച്ചു പോവാണ്, അയാളുടെ കയ്യിൽ നിന്നും പേഴ്സിയുടെ അമ്മയെ രക്ഷിക്കണം. അങ്ങോട്ട് പോകാനുള്ള വഴി നിനക്ക് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? നിന്റെ അച്ഛൻ വഴിയല്ലാതെ അങ്ങോട്ട് ആർക്കും പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നിനക്കും ആ വഴി അറിയാമായിരിക്കുമല്ലോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, ഓ, എന്റെ അച്ഛനെ കുറിച്ച് അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. എന്റെ അച്ഛനും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. പുള്ളി എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ടവനാണ്, സെൽഫിഷ്. പുള്ളി എപ്പോഴും പുള്ളിയുടെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലൊരു ബന്ധവുമില്ല. പക്ഷെ പുള്ളിയുടെ ചില സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഹേഡീസിന്റെ അടുത്തേക്ക് പോകാനുള്ള വഴി മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇരിക്കുന്ന ഒരു ബോക്സ് എടുത്തിട്ട് പേഴ്സിയുടെ കയ്യിൽ കൊടുത്തു. പേഴ്സി ആ ബോക്സ് തുറക്കുമ്പോൾ അതിനകത്തൊരു ജോഡി ഷൂ ആയിരുന്നു. എന്നാൽ അവൻ ആ ബോക്സ് തുറന്നതും ഷൂ അവിടെ നിന്ന് പറക്കാൻ തുടങ്ങി. അതെ, ആ ഷൂവിന് ചിറകുകൾ ഉണ്ടായിരുന്നു. ആ ഷൂ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും പറന്നു പോകാൻ പറ്റും. അങ്ങനെ ആ ഷൂ എടുത്തു കഴിയുമ്പോൾ അതിനടിയിലായിട്ടൊരു മാപ്പ് ഉണ്ട്. ആ മാപ്പ് അവരെ കാണിച്ചതിന് ശേഷം ലൂക്ക് വേറെ ചില കാര്യങ്ങൾ കൂടെ പറയാണ്. ഈ നരകത്തിലേക്ക് പോവാന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റും. പല ആൾക്കാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു പോരാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ ഹേഡീസിന്റെ ഭാര്യയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പെർസഫോൺ എന്നാണ് അവളുടെ പേര്. അവളുടെ കയ്യിൽ ചില പേൾസ് ഉണ്ട്. ആ പേൾസ് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് ഈ മാപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അമേരിക്കയിലായിട്ട് 3 പേൾസ് ഉണ്ട്. ആ പേൾസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതായത് നിങ്ങൾ ഓരോരുത്തരും ഓരോരോ പേള് താഴേക്ക് വെച്ചിട്ട് അതിൽ ചവിട്ടണം. എന്നിട്ട് നിങ്ങൾക്ക് എവിടേക്കാണോ പോകേണ്ടത് എന്ന സ്ഥലത്തിനെ കുറിച്ചൊരു മനസ്സിലോർക്കണം. ആ സമയത്ത് ആ പേള് നിങ്ങൾ ആ സ്ഥലത്തേക്ക് എത്തിക്കും. ഇപ്പൊ ഈ മാപ്പിൽ ഒരു പേള എവിടെയാണ് ഇരിക്കുന്നത് എന്ന സ്ഥലം മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ ആ സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടെയുള്ള ആ പേള എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പേള എവിടെയാണ് ഇരിക്കുന്നത് എന്ന സ്ഥലം തെളിഞ്ഞു വരും. അങ്ങനെ രണ്ടാമത്തെ സ്ഥലത്തേക്ക് ചെന്നിട്ട് ആ പേള എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ സ്ഥലവും തെളിഞ്ഞു വരും. മാത്രമല്ല, ഈ 3 പേളുകളും കളക്ട് ചെയ്യുമ്പോഴേക്കും നരകത്തിലേക്ക് നിങ്ങൾക്ക് എത്താനും പറ്റും. പക്ഷെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടേക്ക് പോകുന്ന വഴി നിങ്ങൾക്ക് മുന്നിലായിട്ട് പല പ്രശ്നങ്ങളും വരും. ആ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി എന്റെ ഈ ഷീൽഡ് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലൂക്ക് അവന്റെ ഷീൽഡ് എടുത്തിട്ട് പേഴ്സിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ എല്ലാവർക്കും ശരിക്കും സന്തോഷമായി. അവന്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ട് അവിടെ നടക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് ലൂക്ക് മറ്റൊരു കാര്യം കൂടെ പറയുന്നത്. എന്തായാലും ഞാൻ ഇത്രയും സഹായം നിങ്ങൾക്ക് ചെയ്തു തന്നല്ലേ, അതിന് പകരമായിട്ട് നിങ്ങൾ എനിക്കും ഒരു സഹായം ചെയ്യണം. നിങ്ങൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും എന്റെ അച്ഛനെ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ പുള്ളിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്റെ വകയായിട്ട് പുള്ളിക്ക് നല്ലൊരു ഇടിയും കൊടുത്തിട്ട് നിങ്ങൾ തിരിച്ചു പോരാൻ പാടുള്ളൂ എന്നാണ് ലൂക്ക് പറയുന്നത്. അത് കേൾക്കുന്ന അവരാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉടനെ തന്നെ അവർ ആ മാപ്പുമായിട്ട് ആ പേളും അന്വേഷിച്ച് പുറപ്പെടുകയാണ്. അങ്ങനെ കുറെ സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ പേളിരിക്കുന്ന ആദ്യത്തെ സ്ഥലത്തേക്ക് എത്തി. അവരവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല, മറിച്ച് ഇഷ്ടം പോലെ പ്രതിമകളാണ് അവിടെ നിൽക്കുന്നത്. അവരിങ്ങനെ ആ സ്ഥലത്തിന്റെ മുക്കും മൂലം അരിച്ചു വരക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവർ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത് കുറെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അവരുടനെ തന്നെ അതിൽ നിന്ന് കുറച്ചെടുത്തു. അതിനുശേഷം വീണ്ടും ആ പേളും അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഇപ്പൊ അവർ 3 പേരും 3 ഭാഗങ്ങളായിട്ടാണ് അന്വേഷിക്കുന്നത്. ഈ സമയം അന്ന ഒരു സ്ഥലത്തുകൂടെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ലേഡി അങ്ങോട്ട് ഓടി വരുന്നത്. അവർ വല്ലാത്ത വെപ്രാളത്തിലാണ്. എന്റെ ഹസ്ബൻഡിനെ എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് അവൾ അന്നയുടെ കൈ പിടിച്ചിട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഇതേസമയം തന്നെ ഗ്രോവർ ആണെങ്കിൽ ഇപ്പൊ ഒരു പ്രതിമയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ പ്രതിമയെ കാണുമ്പോൾ അവന് വല്ലാത്തൊരു കൗതുകമായി. കാരണം അവന്റെ മുത്തച്ഛനെ പോലെയാണ് അതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തോടെ അവൻ ആ പ്രതിമയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്.
ഈ സമയത്താണ് ആ പ്രതിമയിൽ ഒരു മറുക അവൻ കാണുന്നത്. അതിൽ നിന്നും അത് അവന്റെ മുത്തച്ഛൻ തന്നെയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. മാത്രമല്ല അവനൊരു ഞെട്ടലായിരുന്നു. അവന്റെ മുത്തച്ഛൻ ഈ പ്രതിമയാവാനുള്ള കാരണം മെഡൂസ എന്ന് പറഞ്ഞൊരു ലേഡിയാണ്. ആ ലേഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലേഡിയുടെ കണ്ണുകളിലേക്ക് ആരെങ്കിലും നോക്കുകയാണെങ്കിൽ അതോടുകൂടി അവർ പ്രതിമകളാവും. ഇപ്പൊ അവന്റെ മുത്തച്ഛന് സംഭവിച്ചത് അത് തന്നെയാണ്. ആ കാര്യം മനസ്സിലായ ഉടനെ തന്നെ അവൻ ഉറക്കെ പേഴ്സിയെ വിളിക്കുകയാണ്. ഈ സമയം ആ ലേഡി ആണെങ്കിൽ അന്നയും കൊണ്ട് അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മെഡൂസ അവരുടെ മുന്നിലേക്ക് വരുന്നത്. ഈ സമയം മെഡൂസ അങ്ങോട്ട് വരുമ്പോൾ അവളുടെ തലയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു കെട്ടിയിട്ടുണ്ട്. മാത്രമല്ല അവളൊരു കൂളിംഗ് ഗ്ലാസും വെച്ചിട്ടുണ്ട്. അന്നയെ കണ്ടതും അവൾ അദീനയുടെ മകളാണ് എന്ന കാര്യം മെഡൂസയ്ക്ക് മനസ്സിലായി. ഇപ്പൊ മെഡൂസ അന്നയുടെ പേര് വിളിക്കുന്നത് കാണുമ്പോൾ നിനക്കെങ്ങനെ എന്നെ അറിയാം എന്നാണ് അന്ന ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അറിയാൻ അന്ന, നീ ആ അദീനയുടെ മകളല്ലേ? നിന്റെ ഈ സുന്ദരമായ മുടിയുണ്ടല്ലോ, പണ്ട് എന്റെ മുടിയും ഇതുപോലെയായിരുന്നു. എന്നാൽ ഒരിക്കൽ നിന്റെ അമ്മ എന്നെ ശപിച്ചു. അതിനുശേഷമാണ് ഞാൻ ഈ കോലത്തിലായത് എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ തലയിൽ കെട്ടിയ തുണി അങ്ങോട്ട് അഴിച്ചു മാറ്റുകയാണ്. ഇപ്പൊ അവളുടെ മുടിയുടെ സ്ഥാനത്ത് പാമ്പുകളാണ് ഇരിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവൾ അവളുടെ ഗ്ലാസും മാറ്റി. എന്നാൽ അവൾ ആ ഗ്ലാസ് മാറ്റി അപ്പൊ തന്നെ അന്നയും ആ ലേഡിയും കണ്ണുകൾ അടച്ചു പിടിച്ചു. എന്നാൽ അധിക സമയം ആ ലേഡിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അവർ ഉടനെ തന്നെ കണ്ണു തുറക്കാണ്. എന്നാൽ അവര് കണ്ണു തുറന്നതും ആ ലേഡിയാണെങ്കിൽ പ്രതിമയാവുകയും ചെയ്തു. അങ്ങനെ ആ ലേഡിയെ പ്രതിമയാക്കിയതിനു ശേഷം മെഡൂസ ഇപ്പൊ അന്നയുടെ അടുത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം അവളെ കൊണ്ടാവുന്ന രീതിയിൽ അന്നയുടെ കണ്ണുകൾ തുറക്കാൻ വേണ്ടി അവളെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവളുടെ പുറകിലായിട്ട് പേഴ്സിയും ഗ്രോവറും വരുന്നത്. പേഴ്സി മെഡൂസയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നയുടെ പേര് വിളിച്ചു. അത് കേട്ടതും മെഡൂസ പേഴ്സിയുടെ പുറകെ പോകാൻ തുടങ്ങി. അത് കാണുന്ന പേഴ്സി ആണെങ്കിൽ അവന്റെ കയ്യിൽ ആ വാളും പിടിച്ചിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. എന്നാൽ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് പെട്ടെന്ന് മെഡൂസ അങ്ങോട്ട് വന്നിട്ട് അവിടുത്തെ പ്രതിമകളൊക്കെ തട്ടിയിടുന്നത്. അതോടുകൂടെ അതിലുള്ള ഒരു പ്രതിമ നേരെ പേഴ്സിന്റെ മുകളിലേക്കാണ് വീഴുന്നത്. അങ്ങനെ അവനും താഴേക്ക് വീണു. ഈ സമയം ഗ്രൂവർ ആണെങ്കിൽ അന്നയുടെ അടുത്തേക്ക് എത്തി. പക്ഷെ അവൻ നോക്കുമ്പോൾ ആ പ്രതിമ ഇപ്പൊ അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ആ പ്രതിമയുടെ കൈയൊക്കെ തല്ലി പൊട്ടിച്ചിട്ട് അവളെ അവിടുന്ന് റിലീസ് ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും മെഡൂസയാണെങ്കിൽ പേഴ്സിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നാൽ അവനാണെങ്കിൽ അവന്റെ കണ്ണിങ്ങനെ അടച്ചു പിടിച്ചിരിക്കുകയാണ്. മെഡൂസ എന്തൊക്കെ കാണിച്ചിട്ടും അവൻ കണ്ണു തുറക്കുന്നില്ല. ഈ സമയത്താണ് ഗ്രോവർ അന്നയും കൂടെ ഒരു വണ്ടി ഓടിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. അവരവിടെ മൊത്തം ഇടിച്ചങ്ങ് തകർത്തു. അതിൽപ്പെട്ട് മെഡൂസ തെറിച്ചു പോവുകയും ചെയ്തു. എന്നാൽ അവൾ താഴേക്ക് വീണെങ്കിലും പിന്നെ എഴുന്നേറ്റ് വരാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് പേഴ്സി എഴുന്നേറ്റ് ചെന്നിട്ട് അവന്റെ വാള് വെച്ചിട്ട് അവളുടെ തല അങ്ങോട്ട് വെട്ടിക്കളയുന്നത്. അതോടുകൂടെ അവളുടെ പണി തീർന്നു. എന്നാൽ അവര് നോക്കുമ്പോൾ അവളുടെ തലയിൽ ആ പാമ്പുകളൊക്കെ അനങ്ങുന്നുണ്ട്. ഈ സമയം അന്ന പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് മരിച്ചെങ്കിലും ഇവളുടെ കണ്ണുകൾ ഇപ്പോഴും വർക്ക് ചെയ്യും. അതുകൊണ്ട് ഈ തലയെടുത്തോ, നമുക്ക് പോകുന്ന വഴിക്ക് ആവശ്യം വന്നേക്കും എന്നാണ് അന്ന പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ പേഴ്സി ആണെങ്കിൽ ഒരു ജാക്കറ്റ് വെച്ചിട്ട് അവളുടെ തല അങ്ങ് പൊതിഞ്ഞെടുത്തു. എന്നാൽ ഈ സമയത്താണ് അവൻ മറ്റൊരു കാര്യം കാണുന്നത്. അത് ആ പേളായിരുന്നു. മെഡൂസയുടെ കയ്യിലാണ് അതിരിക്കുന്നത്. ഉടനെ തന്നെ പേഴ്സി ആ പേളെടുത്തു. അങ്ങനെ അവർക്ക് ഇപ്പൊ ആദ്യത്തെ പേള് കിട്ടി. ഇനി രണ്ടാമത്തെ പേള് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ വേഗം തന്നെ അവിടുന്ന് പോവാണ്. പോകുന്ന വഴിക്ക് അവർ ആ മാപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പേള് കിട്ടിക്കഴിഞ്ഞപ്പം രണ്ടാമത്തെ പേള് എവിടെയാണ് ഇരിക്കുന്നത് എന്ന സ്ഥലത്തിൽ തെളിഞ്ഞു വരികയും ചെയ്തു. അങ്ങോട്ടാണ് അവരിപ്പോ പോകുന്നത്. അവരവിടേക്ക് എത്തുമ്പം അതൊരു മ്യൂസിയം ആയിരുന്നു. അവർ വേഗം തന്നെ അതിന്റെ അകത്തേക്ക് കയറി. ഈ സമയം അവർ നോക്കുമ്പോൾ അവിടെ വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട്. അത് അദീനയുടെ പ്രതിമയായിരുന്നു. അതായത് ഈ അന്നയുടെ അമ്മയുടെ. ആ പ്രതിമയുടെ നെറ്റിയിലായിട്ടാണ് രണ്ടാമത്തെ പേളിരിക്കുന്നത്. പക്ഷെ ആ പ്രതിമയ്ക്ക് നല്ല നീളമുണ്ട്. അതുകൊണ്ട് ആ പേളെടുക്കാൻ വേണ്ടി അവർ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. മാത്രമല്ല ഇപ്പൊ ആ ഏരിയയിൽ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് എന്തായാലും നടക്കത്തില്ല. നമുക്ക് ഇവരെല്ലാവരും പോയതിനു ശേഷം ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പേഴ്സി അവരെയും കൂട്ടി അവിടുന്ന് പോവാണ്. അങ്ങനെ സമയം രാത്രിയായി കഴിഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും പോയി കഴിയുമ്പോൾ അവർ ആ റൂമിലേക്ക് എത്തി. എന്നാൽ അവർ ആ പ്രതിമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ 5 ക്ലീനിങ് സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. അവർ ആ പ്രതിമയും അതിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ നിന്ന് മാറ്റാതെ അവർക്ക് ആ പേളെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അന്ന എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരവിടെ നിന്ന് മാറ്റാനുള്ള വഴി എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ചെറിയൊരു ബോ എടുത്തു. അതിനുശേഷം ആ 5 ആൾക്കാർക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ ആരോ ദേഹത്ത് തട്ടുമ്പോൾ അവരെല്ലാവരും ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ എല്ലാവന്മാരും ബോധം കെട്ട് വീഴുമ്പോൾ ഗ്രൂവർ വേഗം തന്നെ ഓരോരുത്തരായിട്ട് ഒരു മൂലയിലേക്ക് ഒതുക്കിയിടുകയാണ്. ഇനിയിപ്പോ ആ പേളെടുക്കാൻ ആ പ്രതിമയുടെ മുകളിലേക്ക് കയറണമല്ലോ. അതിനുവേണ്ടി പേഴ്സി ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. അത് ആ പറക്കുന്ന ഷൂസ് ആയിരുന്നു. അവൻ വേഗം തന്നെ ആ ഷൂ എടുത്തിട്ടിട്ട് ആ പ്രതിമയുടെ മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൻ ആ പ്രതിമയുടെ മുകളിലേക്ക് എത്തി. അതിനുശേഷം അവൻ ആ പേളെടുക്കുകയും ചെയ്തു. അങ്ങനെ ആ പേളെടുത്തതിന് ശേഷം അവൻ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് അവർ നേരത്തെ ബോധം കെടുത്തിയ ആ 5 ആൾക്കാർ എഴുന്നേറ്റ് വരുന്നത്. എന്നാൽ അവർ വിചാരിച്ച പോലെ അത് സാധാരണ മനുഷ്യരായിരുന്നില്ല. അവരിപ്പോ അങ്ങോട്ട് വന്നിട്ട് പേഴ്സിയുടെ അടുത്ത് ചോദിക്കുന്നത് ആ ലൈറ്റ്നിങ് ബോൾട്ട് എവിടെയെന്നാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല എന്നാണ് പേഴ്സി പറയുന്നത്. അത് കേൾക്കുന്ന അവർക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. മാത്രമല്ല അവരെല്ലാവരും ഇങ്ങനെ കൂടിച്ചേരാണ്. അങ്ങനെ കൂടിച്ചേർന്നതിന് ശേഷം അവരൊരു ഭീകര ജീവിയായിട്ട് മാറി. അതായത് 5 തലയുള്ള ഡ്രാഗണെ പോലെ ഇരിക്കുന്ന ഒരു ജീവി. ഇതിനെ പറയുന്നത് ഹൈഡ്ര എന്നാണ്. അങ്ങനെ ഹൈഡ്രയായി മാറിയതിനു ശേഷം അതിങ്ങനെ തീ തുപ്പാൻ തുടങ്ങി. അത് കണ്ടതും അവരെല്ലാവരും അവിടെ നിന്ന് ഓടുകയാണ്. ഹൈഡ്രയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തീ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പേഴ്സിയുടെ കയ്യിൽ നിന്നും ആ പേള് തെറിച്ചു പോകുന്നത്. അങ്ങനെ ഉടനെ തന്നെ പേഴ്സി അവന്റെ വാളെടുത്തു. എന്നിട്ട് ആ ഹൈഡ്രയുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ വാള് വെച്ചിട്ട് ഹൈഡ്രയുടെ 5 തലയും വെട്ടിക്കളഞ്ഞു. അതോടുകൂടെ ഹൈഡ്രയാണെങ്കിൽ താഴേക്ക് വീഴുകയും ചെയ്തു.
അങ്ങനെ പേഴ്സി ഇപ്പൊ ആ ഹൈഡ്രയെ കൊന്ന സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് അന്ന അവന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. നിന്നോട് ആരാണ് പറഞ്ഞ ഹൈഡ്രയുടെ തല വെട്ടാൻ? അങ്ങനെ തല വെട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ നിനക്കറിയോ? ഒരു തലയുടെ സ്ഥാനത്ത് 2 തല വളർന്നു വരും എന്നാണ് അവള് പറയുന്നത്. അവളത് പറഞ്ഞു തീർന്നതും ഹൈഡ്ര അവിടുന്ന് എഴുന്നേക്കാൻ തുടങ്ങി. ഇപ്പൊ അതിന് മൊത്തം 10 തലയാണ്. അങ്ങനെ വീണ്ടും അത് അവർക്ക് നേരെ ഫയർ ചെയ്യാണ്. ഈ സമയം അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വഴിക്ക് ഓടാൻ തുടങ്ങി. പേഴ്സി നേരെ പോകുന്നത് ആ പേളിരിക്കുന്ന സ്ഥലത്തേക്കാണ്. എന്നാൽ അത് കാണുമ്പോൾ ആ ഹൈഡ്ര ഇപ്പൊ പേഴ്സിയുടെ പുറകെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവനെ പേൾ എടുക്കാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് അപ്പുറത്തായിട്ട് ഒരു വാഷ് ബേസിൻ അവൻ കാണുന്നത്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നേരെ അവന്റെ കൈ ഉയർത്താണ്. അതോടുകൂടെ അതിൽ നിന്നും വെള്ളം വെളിയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ആ വെള്ളം ഇപ്പം ഹൈഡ്രയുടെ മുന്നിൽ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. അതിനിപ്പം അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് പേഴ്സി വേഗം ചെന്നിട്ട് ആ പേൾ എടുത്തു. അതിനുശേഷം അവർ 3 പേരും കൂടെ അവിടെ ഓടുകയാണ്. എന്നാൽ അവർക്ക് ഇപ്പൊ പുറത്തേക്ക് കടക്കാൻ വേണ്ടി ആ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് ഹൈഡ്ര അവരുടെ പുറകെ വരുന്നത്. എന്നാൽ അത് കാണുന്ന ഗ്രൂവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ മെഡൂസയുടെ തലയുണ്ടല്ലോ അതെടുത്തിട്ട് ആ ഹൈഡ്രയുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുത്തു. അതോടുകൂടെ ആ ഹൈഡ്ര ഇപ്പൊ പ്രതിമയായിട്ട് മാറുകയാണ്. അതൊക്കെ കണ്ട് ആകെ സമാധാനത്തിൽ നിൽക്കുകയാണ് അവര്. അങ്ങനെ അവർക്ക് ഇപ്പൊ 2ാമത്തെ പേളും കിട്ടി. അതിനെ തുടർന്ന് അവർ ഒരു റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അവിടുത്തെ ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നത്. ഇപ്പൊ ഭൂമിയിൽ നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചിട്ടാണ് ആ ന്യൂസിൽ പറയുന്നത്. അതിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലായി. ഇത് ദൈവങ്ങളുടെ പണിയാണ്. ആ ലൈറ്റ്നിങ് ബോൾട്ട് കിട്ടാത്തതുകൊണ്ട് അവരൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ വേഗം തന്നെ അവരുടെ ആ മാപ്പ് എടുത്തു. അതിലിപ്പം 3ാമത്തെ പേൾ എവിടെയാണ് ഇരിക്കുന്നത് എന്ന സ്ഥലം തെളിഞ്ഞിട്ടുണ്ട്. അതൊരു കെസിനോ ആയിരുന്നു. അങ്ങനെ വേഗം തന്നെ അവർ ആ കെസിനോയിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ കെസിനോയിലെത്തി. ഈ കെസിനോയുടെ പേര് ലോട്ടസ് എന്നാണ്. അതിനകത്തേക്ക് അവർ കയറുമ്പോൾ സാധാരണ വെൽക്കം ഡ്രിങ്ക് പോലെ അവിടെ കൊടുക്കുന്ന ഒരു ഡെസേർട്ടാണ്. അതൊരു ലോട്ടസിന്റെ ആകൃതിയിലാണ് ഇരിക്കുന്നത്. അവരത് കിട്ടിയതും അതൊക്കെ വാങ്ങി കഴിക്കുകയും ചെയ്തു. എന്നാൽ അത് കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് തല പെരുക്കാൻ തുടങ്ങി. അവരിപ്പം വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിലാണ്. അവർ വന്ന കാര്യങ്ങളൊക്കെ മറന്നു. നമുക്ക് ഇന്നത്തെ ദിവസം അവിടെ അടിച്ചു പൊളിക്കാം എന്നാണ് അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവരവിടുത്തെ പാർട്ടിയൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ അവർ വീണ്ടും വീണ്ടും ആ ലോട്ടസ് ഇങ്ങനെ വാങ്ങി കഴിക്കുന്നുണ്ട്. ഈ സമയത്താണ് പേഴ്സി വീണ്ടും പൊസൈഡന്റെ ശബ്ദം കേൾക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ആ ലോട്ടസ് കഴിക്കരുത്, അത് നിങ്ങളെ ഇതിന്റെ അകത്ത് ട്രാപ്പ് ചെയ്യും എന്നാണ് പൊസൈഡൻ പറയുന്നത്. അത് കേട്ടതും അവൻ ആ ലോട്ടസ് മാറ്റിവെച്ചു. അതിനുശേഷം അവൻ അവിടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ആ നടക്കുന്നതിനിടയിലാണ് ഒരു ടേബിളിലായിട്ട് അവൻ ആ പേട് കാണുന്നത്. അവൻ അതിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു സ്റ്റാഫ് വന്നിട്ട് അവന്റെ പേര് വിളിക്കുന്നത്. ഈ സമയം അവൻ ആലോചിക്കുന്നത് ഇയാൾക്ക് എങ്ങനെ അവന്റെ പേരറിയാന്നാണ്. അതിൽ നിന്നും ഇവിടെ നിൽക്കുന്നത് പണിയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ ഉടനെ തന്നെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ഇന്നൊരു കാര്യം പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറെ ആൾക്കാർ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു കിടിലം ഫൈറ്റാണ്. ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പേഴ്സി വേഗം ചെന്നിട്ട് ആ ടേബിളിൽ നിന്നും 3ാമത്തെ പേളും എടുത്തു. അതിനുശേഷം അവരെല്ലാവരും ഓടാൻ തുടങ്ങി. അങ്ങനെ അവർ ഓടി ആ റെസ്റ്റോറന്റിന്റെ മുമ്പിലേക്ക് എത്തി. ഈ സമയം അവരവിടെ ഒരു കാർ കാണുന്നുണ്ട്. അവരുടനെ തന്നെ ആ കാറിലേക്ക് കയറിയിട്ട് അതും ഓടിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവർ ആ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്ത് കടന്നിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഒരു ബിൽഡിങ്ങിലായിട്ട് ഇന്നത്തെ ഡേറ്റ് എഴുതി കാണിക്കുന്നത്. ഇന്ന് 21-ാം തീയതിയാണ് എന്നാണ് അതിൽ കാണിക്കുന്നത്. അത് കാണുമ്പോൾ അവർക്ക് ഡൗട്ടായി. കാരണം അവരിപ്പോൾ 5 ദിവസം മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ നിന്നും അവർക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി. അവർ ആ ലോട്ടസ് കഴിച്ചത് കാരണം 5 ദിവസം അവർ ആ കെസിനോയ്ക്കകത്ത് ട്രാപ്പായി പോയതാണ്. മാത്രമല്ല നാളത്തെ ദിവസമാണ് ആ ലൈറ്റ്നിങ് ബോൾട്ട് തിരിച്ചു വെക്കേണ്ടത്. ഇനി അധികം സമയമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹേഡീസിന്റെ അടുത്തേക്ക് എത്തണം. പക്ഷെ ഇപ്പോഴും നരകത്തിലേക്ക് പോകാനുള്ള വഴി അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ സമയത്താണ് അവർ ആ മാപ്പ് എടുത്ത് നോക്കുന്നത്. മാപ്പ് അവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഹേഡീസിന്റെ അടുത്തേക്ക് പോകാനുള്ള വഴി അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് ആ ഹോളിവുഡ് സിംബലിന്റെ താഴെയാണ് എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം അവർ വേഗം തന്നെ ആ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ ഹോളിവുഡ് സിംബലിന്റെ താഴെ എത്തി. അവരവിടേക്ക് നടക്കുമ്പോൾ അവിടുത്തെ മണ്ണൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാണ്. അതോടൊപ്പം തന്നെ അവിടേക്ക് ഒരു വഴി ഓപ്പണായി. ഇതാണ് നരകത്തിലേക്കുള്ള വഴി. അങ്ങനെ അവർ 3 പേരും ആ വഴിയിലൂടെ മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അവർ അയാളുടെ അടുത്ത് ഹേഡീസിന്റെ അടുത്തേക്ക് പോകുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ സമയം അയാൾ പറയുന്നത്, നിങ്ങൾ മരിച്ചിട്ടില്ലല്ലോ, മരിച്ചവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ മരിച്ചിട്ട് തിരിച്ചു പോവാ എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുന്ന ഗ്രൂവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ പറയല്ലേ, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ് തരാമെന്നും പറഞ്ഞിട്ട് അവൻ കുറച്ച് ഡോളർ എടുത്തിട്ട് അയാളുടെ കൈ കൊടുക്കുകയാണ്. എന്നാൽ അത് അയാളുടെ കയ്യിലേക്ക് വെച്ചതും അത് കത്തിപ്പോയി. അപ്പൊ ഡോളർ കൊണ്ടൊന്നും കാര്യമില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയം പേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ആ സ്വർണ്ണ നാണയങ്ങളുണ്ടല്ലോ അതെടുത്തിട്ട് അവൻ അയാൾക്ക് കൊടുക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ അത് മേടിച്ചു. അതിനുശേഷം അയാൾ അവരെ അയാളുടെ തോണിയിൽ കയറ്റിയിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോവാണ്. ആദ്യം അവർ വെള്ളത്തിലൂടെയാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം പിന്നീട് അവർ എയറിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ സമയം താഴെയായിട്ട് നരകം അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല അവരിങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പറന്നു വരുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഇത് മനുഷ്യരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണെന്നാണ്. അങ്ങനെ കുറെ അതിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞ് അവരിപ്പോ ഒരു കോട്ടയുടെ മുമ്പിലെത്തി. ഇതുവരെ അയാൾക്ക് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അയാളിപ്പം അവരെ അവിടെ ഇറക്കി വിടുകയാണ്. അവരാ തോണിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ആ കോട്ടയിലേക്കുള്ള വാതിൽ ഓപ്പണായി. അങ്ങനെ അവർ ആ വാതിലൂടെ അപ്പുറത്തേക്ക് കിടക്കുകയാണ്. എന്നാൽ അവർ ആ കോട്ടയുടെ അകത്തേക്ക് കയറിയതും 2-3 ജീവികൾ അങ്ങോട്ട് വരികയാണ്. ആ ജീവികൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരെ നോക്കി ഇങ്ങനെ മുരളാൻ തുടങ്ങി. അവരാണെങ്കിൽ ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്.
ഈ സമയത്താണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത്. ഇതാണ് ഹേഡീസിന്റെ ഭാര്യയായ പെർസെഫോൺ. അങ്ങനെ അവളുടെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അവൾ അവരെയും വിളിച്ചുകൊണ്ട് ഹേഡീസിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ അവര് നോക്കുമ്പോൾ ഹേഡീസ് ആണെങ്കിൽ ഒരു സാധാരണ മനുഷ്യനാണ്. അത് കാണുന്ന ഗ്രോവർ ചോദിക്കുന്നത് നിങ്ങളെ കണ്ടിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഉണ്ടല്ലോ എന്നാണ്. അത് കേൾക്കുമ്പോൾ എന്താ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ, എങ്കിൽ ഞാൻ എന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറാം എന്ന് പറഞ്ഞിട്ട് അയാളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറാണ്. അത് കാണുമ്പോൾ അവന് ശരിക്കും പേടിയായി. വേണ്ട നിങ്ങൾ മറ്റേ രൂപത്തിൽ തന്നെ നിന്നാൽ മതി എന്നാണ് ഗ്രോവർ പറയുന്നത്. അതിനെ തുടർന്ന് അയാൾ വീണ്ടും മനുഷ്യനായി. അങ്ങനെ അയാൾ നേരെ പോകുന്നത് പേഴ്സിയുടെ അടുത്തേക്കാണ്. അതിനുശേഷം ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഞാനിപ്പോ ഈ നരകത്തിൽ നിൽക്കാനുള്ള കാരണം എന്താ നിനക്കറിയോ? അത് നിന്റെ അച്ഛനും സിയൂസും കാരണമാണ്. അവരാണ് എന്നെ ഇവിടെ ട്രാപ്പ് ചെയ്തിരിക്കുന്നത്. എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛനെയും സിയൂസിനെയും കൊല്ലണം, എന്നിട്ട് ആ ഒളിമ്പസ് പിടിച്ചെടുക്കണം. പക്ഷെ ഇപ്പൊ തന്നെ കൊണ്ട് സാധിക്കത്തില്ല. അങ്ങനെ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ്നിംഗ് ബോൾട്ട് ആവശ്യമാണ്. അതുകൊണ്ട് നീ അതെനിക്ക് തരണം, എന്നിട്ട് നീ നിന്റെ അമ്മയും വിളിച്ചോണ്ട് ഇവിടുന്ന് പോയിക്കോ എന്നാണ് ഹേഡീസ് പറയുന്നത്. അതേക്കുന്ന പേഴ്സി പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനല്ല ലൈറ്റിംഗ് ബോൾട്ട് മോഷ്ടിച്ചിരിക്കുന്നത്, അത് മറ്റാരോ ആണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ അമ്മയെ നിങ്ങൾ വിടണം എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുന്ന ഹേഡീസിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബോൾ പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അയാൾ അതെടുത്ത് താഴേക്ക് ഒരൊറ്റ എറിവ് കൊടുക്കുകയാണ്. അതിനകത്തായിരുന്നു അയാൾ അവന്റെ അമ്മയെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് താഴേക്ക് വീണ് പൊട്ടിയതും അവന്റെ അമ്മ പുറത്തേക്ക് വന്നു. അവന്റെ അമ്മ പുറത്തേക്ക് വന്നത് കാണുമ്പോൾ അവന്റെ കയ്യിലെ ഷീൽഡ് താഴേക്ക് ഇട്ടിട്ട് അവന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി പോവാണ്. ഈ സമയത്താണ് ഹേഡീസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ താഴേക്കിട്ട ആ ഷീൽഡ് ഉണ്ടല്ലോ, അതിനകത്തു നിന്നും എന്തോ ഒരു സാധനം തിളങ്ങുന്നുണ്ട്. അത് കണ്ടതും ഹേഡീസ് ചെന്നിട്ട് ആ സാധനം എടുത്തു. അതായിരുന്നു ആ ലൈറ്റിംഗ് ബോൾട്ട്. അയാൾ അത് കയ്യിലേക്ക് എടുത്തു കഴിയുമ്പോൾ അപ്പൊ ലൂക്കാണ് ആ ലൈറ്റിംഗ് ബോൾട്ട് അടിച്ചു മാറ്റിയത് എന്ന കാര്യം പേഴ്സിക്കും കൂട്ടർക്കും മനസ്സിലായി. ഈ സമയം ആ ലൈറ്റിംഗ് ബോൾട്ട് എടുത്തതിന് ശേഷം ഹേഡീസ് ഇപ്പൊ അയാളുടെ ഭാര്യയുടെ അടുത്ത് പറയുന്നത് അപ്പൊ ഈ ലൈറ്റിംഗ് ബോൾട്ട് അവന്റെ കയ്യിലില്ല എന്ന് അവൻ കളവ് പറയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവന്മാരെ ഇവിടുന്ന് പോകാൻ അനുവദിക്കേണ്ട, ഇവന്മാരെ നമ്മുടെ ആത്മാക്കൾക്ക് ഇട്ടുകൊടുത്തേക്ക് എന്നാണ് ഹേഡീസ് പറയുന്നത്. അത് കേട്ടതും പെർസെഫോൺ ഉടനെ തന്നെ അവളുടെ കൈ ഉയർത്താണ്. അതോടുകൂടെ അവര് നിൽക്കുന്നതിന്റെ പുറകുഭാഗത്തായിട്ട് തീ കത്താൻ തുടങ്ങി. അതിനകത്ത് മുഴുവൻ ആത്മാക്കളായിരുന്നു. അവറ്റകളൊക്കെ ഇപ്പൊ പേഴ്സിയുടെയും കൂട്ടരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവൾ നേരത്തെ കണ്ട ആ ജീവികളെ അവരുടെ മുന്നിലേക്ക് ആക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് അവര്. ഈ സമയം ഹേഡീസ് ആണെങ്കിൽ ആ ലൈറ്റിംഗ് ബോൾട്ട് കിട്ടിയ സന്തോഷത്തിൽ അയാളുടെ ഭാര്യ കിസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് പെർസെഫോൺ അയാളുടെ കയ്യിൽ നിന്നും ആ ലൈറ്റിംഗ് ബോൾട്ട് തട്ടിയെടുക്കുന്നത്. അതിനുശേഷം അത് വെച്ചിട്ട് അയാളെ തെറിപ്പിച്ച് കളയാണ്. അതോടുകൂടെ ഹേഡീസിന്റെ പണി തീർന്നു. അങ്ങനെ അയാളുടെ പണി തീർത്തതിന് ശേഷം ആ ലൈറ്റിംഗ് ബോൾട്ടുമായിട്ട് അവള് പേഴ്സിയുടെയും കൂട്ടരുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്റെ ഭർത്താവിന് ഞാൻ കൊടുത്തൊരു ശിക്ഷയാണ്. ഇത്രയും കാലം അയാൾ എന്നെ ഇവിടെ ഇട്ടിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. അതിനുള്ള പണി അയാൾക്ക് കിട്ടി. എനിക്ക് ഇത് മതി. ഈ ലൈറ്റിംഗ് ബോൾട്ട് നിങ്ങൾ തന്നെ എടുത്തോ, എന്നിട്ട് എത്രയും പെട്ടെന്ന് നീ നിന്റെ അമ്മയും കൂട്ടി ഇവിടുന്ന് പോകാൻ നോക്ക് എന്നാണ് അവൾ പേഴ്സിയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ പേഴ്സി ആ ലൈറ്റിംഗ് ബോൾട്ട് മേടിച്ചിട്ട് അവന്റെ കയ്യിലുള്ള ആ 3 പേഴ്സ് എടുത്തു. അത് കാണുന്ന പെർസെഫോൺ പറയുന്നത് 3 പേഴ്സ് നിങ്ങൾക്ക് കിട്ടിയുള്ളൂ, 4 ഉണ്ടായിരുന്നല്ലോ, നിങ്ങളിപ്പോ 4 പേരില്ലേ, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് 3 പേർക്ക് മാത്രമേ ഇവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇവിടെ നിന്നേ പറ്റൂ എന്നാണ് അവള് പറയുന്നത്. അതേക്കുന്ന പേഴ്സി ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്നത് ഞാൻ വന്ന ജോലി എന്തായാലും പൂർത്തിയായി, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ 3 പേര് ഇവിടുന്ന് പോകാൻ നോക്കുന്നതാണ്. എന്നാൽ ഗ്രോവർ അതിന് സമ്മതിക്കുന്നില്ല. അവനിപ്പോ പേഴ്സിയുടെ അടുത്ത് പറയുന്നത് ഞാൻ നിന്റെ പ്രൊട്ടക്ടറാണ് പേഴ്സി, എന്റെ ജോലി നിന്നെ സംരക്ഷിക്കലാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്ക് എന്നാണ് അവൻ പറയുന്നത്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പേഴ്സി അത് സമ്മതിച്ചു. മാത്രമല്ല ഉറപ്പായിട്ട് ഞാൻ നിന്നെ ഇവിടുന്ന് രക്ഷിക്കും എന്നൊരു പ്രോമിസും കൂടെ അവൻ ഗ്രോവറിന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ ആ 3 പേഴ്സ് എടുത്തിട്ട് താഴേക്ക് വെച്ചു. എന്നിട്ട് 3 പേരും അതിലേക്ക് കയറി ചവിട്ടാണ്. അങ്ങനെ അവർ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന സ്ഥലം മനസ്സിലാലോചിക്കുമ്പോൾ അവർ 3 പേരും പുകയായിട്ട് മാറുകയാണ്. എന്നിട്ട് ആ പുക അവിടുന്ന് പറന്നു പോകാൻ തുടങ്ങി. അങ്ങനെ അവർ നേരെ എത്തിച്ചേരുന്നത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ എംപയർ ബിൽഡിങ്ങിന് മുകളിലാണ്. എന്നാൽ അവരവിടേക്ക് ലാൻഡ് ചെയ്തതും അവിടെ ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. അതിൽ നിന്നും ആ ലൈറ്റ്നിംഗ് ബോൾട്ട് തിരിച്ചു വെക്കാൻ ഇനി വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയം പേഴ്സി ചോദിക്കുന്നത് നമ്മൾ ഇനി ഒളിമ്പസ് എങ്ങനെ കണ്ടെത്തുന്നതാണ്. അതിന് മറുപടി പറയുന്നത് അവന്റെ അമ്മയാണ്. ഒളിമ്പസിലേക്ക് പോകാനുള്ള കവാടം ഇവിടെ തന്നെയാണുള്ളത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവർ 3 പേരും കൂടെ ആ കവാടത്തിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ലൂക്ക് അങ്ങോട്ട് വരുന്നത്. അവൻ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ പറയുന്നത് അപ്പൊ ലൈറ്റ്നിംഗ് ബോൾട്ട് നിനക്ക് കിട്ടിയല്ലേ, പക്ഷെ ഇത് തിരിച്ചു വെക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കത്തില്ല. ഇത് ഹേഡീസിന്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പണി ഒപ്പിച്ചത്. ഇത് ഹേഡീസിന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാലേ അയാൾ ബാക്കിയുള്ള ദൈവങ്ങളുമായിട്ട് യുദ്ധം ചെയ്യത്തുള്ളൂ. പക്ഷെ എന്റെ ആ പ്ലാൻ ഫെയിലായി, എങ്കിലും തോൽക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ചെന്നിട്ട് പേഴ്സിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയത്തെ ഫൈറ്റിന് ശേഷം അവൻ പേഴ്സി ഇടിച്ചു വീഴ്ത്തി. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്നും ആ ലൈറ്റ്നിംഗ് ബോൾട്ട് എടുക്കുകയും ചെയ്തു. ഈ സമയം പേഴ്സി അവന്റെ അടുത്ത് ചോദിക്കുന്നത് ദൈവങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യണം എന്ന് നീ എന്തിനാണ് ആഗ്രഹിക്കുന്നതെന്നാണ്. അതേക്കുന്ന ലൂക്ക് പറയുന്നത് അവര് തമ്മിൽ യുദ്ധം ചെയ്താലേ അവരെല്ലാവരും മരിക്കത്തുള്ളൂ, അങ്ങനെ മരിച്ചു കഴിഞ്ഞാലേ ഒളിമ്പസിന്റെ കൺട്രോൾ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും കാലം അവരായിരുന്നല്ലോ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്, ഇനി പുതിയ തലമുറയിലെ ആളുകൾ ഭരിക്കട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തത് എന്നാണ് ലൂക്ക് പറയുന്നത്. അത് കേൾക്കുമ്പോൾ പേഴ്സിക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. ഈ സമയം ലൂക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ്നിംഗ് ബോൾട്ട് വെച്ചിട്ട് ആ ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം മൊത്തം തകർത്ത് കളയാണ്. അതിനുശേഷം അവിടുന്ന് പറന്നു പോകാൻ തുടങ്ങി. അത് കാരണം പേഴ്സി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ആ ഷൂ ഉണ്ടല്ലോ അതും എടുത്തിട്ടിട്ട് ലൂക്കിന്റെ പുറകെ പോവാണ്. അങ്ങനെ അവര് തമ്മിലിപ്പം പറന്നുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം പേഴ്സി അവന്റെ കയ്യിൽ നിന്നും ആ ലൈറ്റിംഗ് ബോൾട്ട് എടുത്തു. അതിനുശേഷം തിരിച്ചു പറക്കാൻ തുടങ്ങി.
ഈ സമയത്താണ് ലൂക്ക് അവന്റെ കയ്യിൽ ഒരു കത്തി എടുത്തിട്ട് പേഴ്സിക്ക് നേരെ എറിയുന്നത്. അത് കറക്റ്റായിട്ട് അവന്റെ കാലിൽ ആ ഷൂവിന്റെ ഒരു ചിറകിനാണ് കൊള്ളുന്നത്. അതോടുകൂടെ ഒരു ഷൂസിന്റെ ചിറകറ്റുപോയി. അതിനെ തുടർന്ന് അവൻ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വീഴാണ്. അങ്ങനെ താഴേക്ക് വീണതും അവന്റെ കയ്യിൽ നിന്നും ആ ലൈറ്റ്നിംഗ് ബോൾട്ട് തെറിച്ചുപോയി. ഈ സമയമാകുമ്പോഴേക്കും ലൂക്കും അങ്ങോട്ടെത്തി. അവൻ വേഗം ചെന്നിട്ട് ആ ലൈറ്റ്നിംഗ് ബോൾട്ട് എടുക്കുകയാണ്. എന്നാൽ അവൻ അത് വെച്ചിട്ട് പേഴ്സിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പേഴ്സി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ കുറെ വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്. അവൻ ഉടനെ തന്നെ ആ വാട്ടർ ടാങ്കിന് നേരെ കൈ ഉയർത്തി. അതോടുകൂടെ അതിൽ നിന്നുള്ള വെള്ളം മൊത്തം വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ പേഴ്സി ആ വെള്ളം മൊത്തം കടത്തി വിടുന്നത് ലൂക്കിന് നേർക്കാണ്. എന്നിട്ട് അവൻ ആ വെള്ളം വെച്ചിട്ട് ലൂക്കിനെ മൊത്തത്തിൽ അങ്ങോട്ട് പൊതിഞ്ഞു. അതുകൊണ്ട് തന്നെ അവനിപ്പോ ആ ലൈറ്റ്നിംഗ് ബോൾട്ട് വെച്ചിട്ട് ഫയർ ചെയ്യാൻ സാധിക്കുന്നില്ല. കുറെ സമയം വെള്ളത്തിനുള്ളിൽ നിൽക്കുമ്പോൾ അവനാണെങ്കിൽ ശ്വാസം മുട്ടി താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അവൻ താഴേക്ക് വീണ് കഴിയുമ്പോൾ പേഴ്സി ആ വെള്ളമൊക്കെ പിൻവലിച്ചു. എന്നാൽ ഈ സമയത്താണ് ലൂക്ക് വീണ്ടും എഴുന്നേറ്റ് വരുന്നത്. അത് കണ്ടതും പേഴ്സി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം വെച്ചിട്ട് അവന്റെ അച്ഛന്റെ കയ്യിലുള്ള ആ ആയുധം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അത് എടുത്തിട്ട് ലൂക്കിന് ഒരൊറ്റ ഏറ് കൊടുക്കുന്നു. അതോടുകൂടെ ലൂക്ക് അവിടെ നിന്ന് തെറിച്ചു പോവാണ്. അങ്ങനെ ലൂക്കിനെ അവിടെ നിന്ന് തെറിപ്പിച്ച് കളഞ്ഞതിന് ശേഷം അവൻ വീണ്ടും ആ ഷൂ എടുത്തിട്ടു. ഇപ്പൊ ഒരു ഷൂവിന് കുഴപ്പമൊന്നുമില്ല. അവൻ അത് വെച്ചിട്ട് അവന്റെ അമ്മയുടെ അന്നയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ അവരുടെ അടുത്തേക്ക് എത്തിയതിനു ശേഷം അവർ നേരെ ആ കവാടത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ കവാടം ഓപ്പൺ ആക്കി. പക്ഷെ മനുഷ്യർക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവന്റെ അമ്മ പുറത്ത് തന്നെ നിൽക്കുകയാണ്. ഈ സമയം പേഴ്സി അന്നയും വേഗം തന്നെ ഒളിമ്പസിലേക്ക് പോവാണ്. ഇതേ സമയം തന്നെ ഒളിമ്പസിനകത്ത് ദൈവങ്ങളൊക്കെ ഒരു ചർച്ചയിലാണ്. അവര് നോക്കുമ്പോൾ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഇതുവരെയായിട്ടും ആ ലൈറ്റ്നിംഗ് ബോൾട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സിയൂസ് ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് യുദ്ധം തുടങ്ങാം എന്നാണ് അയാൾ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്നത്. എന്നാൽ ഈ സമയത്താണ് പേഴ്സി ആ ലൈറ്റ്നിംഗ് ബോൾട്ടുമായിട്ട് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയാണ്. അതായത് ഞാനല്ല ഈ ലൈറ്റ്നിംഗ് ബോൾട്ട് അടിച്ചു മാറ്റിയത്, അത് ലൂക്കാണെന്ന്. അവൻ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഹേഡീസ് അത് വിശ്വസിച്ചു. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്നും ആ ലൈറ്റ്നിംഗ് ബോൾട്ട് വാങ്ങുകയും ചെയ്തു. അങ്ങനെ ആ ലൈറ്റ്നിംഗ് ബോൾട്ട് വാങ്ങിയിട്ട് അയാൾ ചെന്നിട്ട് അയാളുടെ സിംഹാസനത്തിലിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് യുദ്ധങ്ങളൊന്നും വേണ്ട എന്നാണ് അയാൾ ഉത്തരവിടുന്നത്. ഈ സമയം അദീന അവിടെ നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് അന്ന അവളുടെ അമ്മയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ അമ്മയുടെ അടുത്തൊരു ഹായ് പറയാണ്. അങ്ങനെ ആ മീറ്റിംഗ് പിരിച്ചുവിട്ടതിന് ശേഷം പൊസൈഡൻ ഇപ്പൊ പേഴ്സിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ പേഴ്സിക്ക് ഇപ്പോഴും അവന്റെ അച്ഛന്റെ അടുത്ത് ദേഷ്യം തന്നെയാണ്. ഈ സമയം പേഴ്സി പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ ലൈറ്റ്നിംഗ് ബോൾട്ട് ഞാൻ ഇങ്ങോട്ട് എത്തിച്ചത്, അതെന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം അത്രമാത്രം അവർ അനുഭവിക്കുന്നുണ്ട് എന്നാണ് അവൻ പറയുന്നത്. അതേക്കുന്ന പൊസൈഡൻ പറയുന്നത്, നോക്കൂ മോനെ, എനിക്ക് നിന്നോട് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. ഇവിടെ ഒരു നിയമമുണ്ട്, ദൈവങ്ങളാരും അവരുടെ മക്കളെ കാണാൻ പാടില്ല എന്ന്. അങ്ങനെ ഞങ്ങളുടെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ശക്തിയൊക്കെ കുറഞ്ഞു വരും. പിന്നീട് ഞങ്ങളും മനുഷ്യരായിട്ട് ജീവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സിയൂസ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് ആ നിയമങ്ങളൊക്കെ അനുസരിച്ചേ പറ്റൂ. പക്ഷെ നിന്നെ വിട്ടു പോകുന്നതിന് ശേഷം എന്നും ഞാൻ നിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൻ അയാളോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ പൊസൈഡൻ ഒന്ന് കൈ കൊടുത്തതിന് ശേഷം അവൻ അവിടുന്ന് പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പേഴ്സി ഇപ്പൊ അവന്റെ അമ്മയുടെ കൂടെ അവരുടെ ആ ക്യാമ്പിന്റെ ആ കവാടത്തിന് മുന്നിലെത്തി. ഈ സമയം സാലി അവന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നീ ജീവിക്കേണ്ടത് ഈ ക്യാമ്പിനകത്താണ്, ഇവിടെയാണ് നിന്റെ വീട്. പക്ഷെ നിനക്ക് എപ്പോ വേണമെങ്കിലും എന്നെ കാണാൻ വരാം, ഞാൻ അവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെയാണ് അവന്റെ അമ്മ പറയുന്നത്. അതേക്കുന്ന പേഴ്സി പറയുന്നത്, ഞാൻ നിങ്ങളെ കാണാനൊക്കെ വരും, പക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അയാളെ ഇനി അവിടെ കാണാൻ പാടില്ല എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ അതോർത്ത് നീ പേടിക്കണ്ട, ഇന്ന് തന്നെ ഞാൻ അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോളാം എന്നാണ് അവര് പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവരവിടുന്ന് പിരിഞ്ഞു. പേഴ്സി ഇപ്പം ആ ക്യാമ്പിലേക്ക് എത്തി. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഗ്രൂവർ തിരിച്ചു വന്നിട്ടുണ്ട്. അവൻ തിരിച്ചെത്തിയതുകൊണ്ട് തന്നെ പേഴ്സിക്ക് ശരിക്കും സന്തോഷമായി. ഈ സമയം അവൻ നോക്കുമ്പോൾ ഗ്രൂവറിന്റെ തലയിലായിട്ട് 2 കൊമ്പുകൾ വളർന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ ഇതെന്താണ് സംഭവം എന്നാണ് പേഴ്സി ചോദിക്കുന്നത്. അതേക്കുമ്പോൾ എടാ, ഇതിന്റെ കൊമ്പുകളാണ്. ഇത്രയും കാലം ഞാൻ നിന്റെ പ്രൊട്ടക്ടർ ആയിരുന്നല്ലോ, പക്ഷെ ജൂനിയർ ആയിരുന്നു. എന്നാൽ ഇപ്പൊ ഈ കൊമ്പ് വളർന്നതുകൊണ്ട് ഞാനിപ്പോ സീനിയർ ആയിട്ടുണ്ട്. ഇതൊക്കെ സിയൂസ് ചെയ്തു തന്നാണ് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവരടുത്തതായിട്ട് പോകുന്നത് കൈറോന്റെ അടുത്തേക്കാണ്. കൈറോണിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ധിക്കരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നാണ് പേഴ്സി അയാളുടെ അടുത്ത് പറയുന്നത്. അതേക്കുന്ന കൈറോൺ പറയുന്നത്, ഞാൻ എന്തിനാണ് നിന്നോട് ക്ഷമിക്കേണ്ടത്? നീ ചെയ്തത് നല്ല കാര്യമല്ലേ. ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ ഇവിടുന്ന് പോയതുകൊണ്ട് നീ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ, അതുകൊണ്ട് തന്നെ നീ എൻ്റെ ഒരു സ്പെഷ്യൽ സ്റ്റുഡന്റ് ആണ് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അയാളോടും കൂടെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവരടുത്തതായിട്ട് പോകുന്നത് അവിടെയുള്ള ആ ഗ്രൗണ്ടിലേക്കാണ്. ഈ സമയം പേഴ്സി നോക്കുമ്പോൾ അന്ന അവിടെ നിന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അവളുടെ അടുത്തേക്ക് വന്നു. അവനെ കണ്ടതും അവൾ അവന്റെ അടുത്തേക്ക് വരികയാണ്. ഈ സമയം അവൻ വിചാരിച്ചത് അവൾ അവനെ കിസ് ചെയ്യാൻ വരാന്നാണ്. എന്നാൽ അവന്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം അവൾ അവന്റെ അടുത്ത് നിന്ന് ആ വാളെടുത്തു. എന്നിട്ട് അവൾ പറയുന്നത്, ആദ്യം നമുക്കൊന്ന് ഫൈറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആലോചിക്കാന്നാണ്. അവനാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും അവരുടെ ഫൈറ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം തന്നെ സാലി ആണെങ്കിൽ അവളുടെ വീട്ടിലാണ്. ഈ സമയത്താണ് അവളുടെ ഹസ്ബൻഡ് അങ്ങോട്ട് വരുന്നത്. എന്നാൽ അയാൾ നോക്കുമ്പോൾ അയാളുടെ സാധനങ്ങളൊക്കെ അവിടെ പൊതിഞ്ഞെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അയാൾ അങ്ങോട്ട് വന്ന് കാണുമ്പോൾ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് വേഗം ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക് എന്നാണ് അവള് പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ അവിടുന്ന് പോവുകയും ചെയ്തു. അത് കാണുന്ന അയാൾക്ക് ദേഷ്യമാണ് വരുന്നത്. ഇവൾ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായോ, ഞാൻ 2 അടിക്കട്ടെ, അതിനുശേഷം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ ബിയർ എടുക്കാൻ വേണ്ടി ആ ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് വന്നു.
ഈ സമയം ആ ഫ്രിഡ്ജിന്റെ ഡോറിലായിട്ട് പേഴ്സി ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് തുറക്കരുതെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അയാൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യാണ്. എന്നാൽ അയാൾ അത് തുറക്കുമ്പോൾ ആ ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്നത് ആ മെഡൂസയുടെ തലയാണ്. പെട്ടെന്നാണ് അവൾ കണ്ണു തുറക്കുന്നത്. പിന്നീട് നമ്മൾ കേൾക്കുന്നത് അയാൾ പ്രതിമയാവുന്ന ശബ്ദമാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.